എല്ലാവർക്കും നമസ്കാരം. തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമിയുടെ ശ്രീ ലളിത സഹസ്രനാമ സ്പൈരിയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലളിത സഹസ്രനാമം പൊതുവെ നമ്മൾ വീടുകളിലും മറ്റും നിത്യേന ജപിക്കുന്ന ഒരു സ്തോത്രകൃതിയാണ്. എങ്കിലും അതിന്റെ അർത്ഥതലങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കുന്നവർ പൊതുവെ കുറവാണ്. അതിന്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാതെ ജപിച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്കിലും അതിന്റെ അർത്ഥതലങ്ങൾ കൂടി മനസ്സിലാക്കി അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിതൊരു സാധനയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ലളിതാ സഹസ്രനാമം നമ്മൾ കുറെ കാലങ്ങളായിട്ട് ആലോചിക്കുന്ന ഒരു ക്ലാസ് ആണ്. നേരത്തെ നമ്മളൊരു ബാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സച്ചിനായിരുന്നു നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. സച്ചിൻ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് തിരക്കുകളിലാണ്. അപ്പൊ ഇത്തവണ നമുക്ക് രാംജി ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് ഇന്ന് ആരംഭിക്കുമെങ്കിലും നമ്മളിതൊരു ക്ലാസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടി തുടങ്ങുക തിങ്കളാഴ്ച മുതലായിരിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് നമുക്ക് സൂം ക്ലാസ് ഉണ്ടാവുക. റെക്കോർഡിങ്ങിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക സംവിധാനം ഉണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കുറച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡിങ്ങും വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. നമുക്കറിയാം, ലളിതാ സഹസ്രനാമത്തിലെ കേവലം 1000 നാമങ്ങൾ എന്നതിലുപരിയായിട്ട് ഓരോ നാമവും ഓരോ മന്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതൊരു സാധനയായി തന്നെ നമുക്ക് കണക്കാക്കാം. നമ്മളോടൊപ്പം ഈ യാത്രയിൽ കൂടെ ഉണ്ടാവുക ശ്രീ ഡോക്ടർ ആർ രാമാനന്ദാണ്. അദ്ദേഹം IKS സെന്റർ ആയിട്ടുള്ള, ഭാരത് സർക്കാരിന്റെ IKS സെന്റർ ആയിട്ടുള്ള അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ഡയറക്ടറും ഒപ്പം ശിവം ശൈവ ശാക്ത മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫും ഋതംബര എക്കോ സ്പിരിച്വൽ കമ്മ്യൂണിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും പൊതുവെ പരിചയമുള്ളതാണ്. ഒരേ സമയം അറിവും അനുഭവവും കൂട്ടി വലിയൊരു വെളിച്ചം നമ്മളിലേക്ക് കുറെ കാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെ തന്നെ അമ്മയുടെ നാമവും അമ്മയെയും അറിയാൻ നമുക്ക് സാധിച്ചതിൽ അമ്മയോട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. രാംജി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. രാംജി കേൾക്കുന്നില്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പരിചിതങ്ങളായിട്ടുള്ള മുഖങ്ങളാണ് മുമ്പിൽ കാണുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് തോന്നുന്നു. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ആവോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഓർത്തോ, ഒന്ന് കാണാൻ വേണ്ടി. ശരി. പുതിയ ആൾക്കാരുണ്ട്. നിങ്ങൾ അവിടെ കൈ ഉയർത്തിട്ട് കാണില്ല. ഇതിന്റെ അകത്തൊരു സംവിധാനം ഉണ്ട് കൈ ഉയർത്താൻ. നിങ്ങൾ അവിടെ കൈ ഉയർത്തി ഞാൻ എങ്ങനെയാ കാണുക? ശരി, ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മള് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ക്ലാസ്സസ് ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റി. ഒരുപാട് കാലമായിട്ട് ചിന്തിച്ചിരുന്ന, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പലതും ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇതിന്റെ കാരണം ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കൊറോണയോടാണ്. കാര്യം കൊറോണ ഭഗവതി അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ 10ഓ 20ഓ ആൾക്ക് വേണ്ടി ക്ലാസ് എടുത്തെടുത്ത് ഇങ്ങനെ പോവായിരുന്നു. ഒരുപക്ഷെ കൊറോണ കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ക്ലാസ് കേൾക്കാനും
നമ്മളെ പരിചയമാവാനും പല വിഷയങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ആദ്യത്തെ നന്ദി കൊറോണയോട് തന്നെയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് വിശാലമായിട്ട് മഹാഭാരതം 18 പർവ്വങ്ങൾ നമുക്ക് എടുക്കാൻ സാധിച്ചു. മഹാഭാരതത്തിലൂടെ സമഗ്രമായ ഒരു യാത്ര. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്ത് നമ്മൾ മഹാഭാരത സമഗ്രമായിട്ടൊരു യാത്ര നടത്താൻ സാധിച്ചു. ഈ വർഷം നമുക്ക് സൗന്ദര്യലഹരി ഇതുപോലെ നടത്താൻ സാധിച്ചു. സൗന്ദര്യലഹരിയുടെ അതിന്റെ ഗൂഢങ്ങളായിട്ടുള്ള മിസ്റ്റിക്കൽ തലങ്ങളെയൊക്കെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഈ വർഷം നടത്താൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം ലളിതാ സഹസ്രമാണ്. അപ്പൊ ചില വലിയ താല്പര്യമുള്ള ചില കാര്യങ്ങൾ, വരിവസ്യ രഹസ്യം ഇതുപോലെ എടുക്കാൻ സാധിച്ചു. അപ്പൊ പുതുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ഥിരമായി എടുക്കുന്ന ദശമഹാവിദ്യ അല്ലെങ്കിൽ 5th ഡയമെൻഷൻ മെഡിറ്റേഷൻ പ്രോഗ്രാം, വിജ്ഞാന ഭൈരവൻ തുടങ്ങിയ ക്ലാസ്സുകൾക്കൊപ്പം വളരെ താല്പര്യത്തോടുകൂടെ നമ്മളെപ്പോഴും നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അനുഭൂതികരങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളെ എല്ലാവർക്കും വേണ്ടി പറയാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ കൊറോണയോട് നന്ദി പറയുന്നതിനോടൊപ്പം അതിനുള്ള നന്ദി നിങ്ങളോട് ഓരോരുത്തരോടും കൂടിയാണ് പറയേണ്ടത്. കാരണം നമ്മളിത് ആദ്യമായിട്ട് തുടങ്ങിയ കാലത്ത് വളരെ കുറച്ച് പേർ, ഒരു 30 പേർക്ക് മാത്രമായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇതൊരു വിപുലമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നു. തഥാഗത അന്ന് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ കാലത്ത് തന്ത്ര ക്ലാസ്സുകൾ എടുക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടി ഒരു ഫിസിക്കൽ ക്ലാസ്സസ് ആയിട്ടാണ് നടത്തിക്കുന്നത്. പക്ഷെ അത് പരാശക്തി പറയുന്നത് യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഐ വിൽ ടേക്ക് 9 to you എന്നാണ്. നീ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്ക്, ഞാൻ നിന്റെ അടുത്തേക്ക് 9 സ്റ്റെപ്പ് വെക്കും എന്നതാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഇന്ന് നമുക്ക് വളരെ വിശാലമായ രീതിയിൽ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ക്ലാസ്സസ് എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി വന്നു. അമ്മയുടെ വാണി ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ സാധ്യമായി. ഒരു നിശ്ചിതമായ ജോഗ്രഫിയിൽ ഒതുങ്ങി നിൽക്കാതെ, നിശ്ചിതമായ ഒരു ടൈം ഫ്രെയിമിൽ ഒതുങ്ങി നിൽക്കാതെ, കാലത്തെയും ദേശത്തെയും, കാലദേശാവതിഭ്യാം എന്ന് പറയുന്നത് പോലെ കാലത്തെയും ദേശത്തെയും അതിലംഘിച്ചുകൊണ്ട് മറ്റുള്ള നാടുകളിലേക്കും ഒക്കെ ഈ നമ്മുടെ ഈ വാണി, അമ്മയുടെ മഹാ ശബ്ദം എത്തിച്ചേരാൻ കാരണമായി. ഒപ്പം അമ്മ വലിയൊരു അനുഗ്രഹം കൂടി തന്നു. അത് മറ്റൊന്നുമല്ല, ഈ വർഷം നമുക്ക് അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന പേരിൽ ഒരു റിസർച്ച് സെന്റർ ഉണ്ടാക്കുകയും ആ റിസർച്ച് സെന്ററിന് ഭാരത സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ ഒരു റിസർച്ച് സെന്റർ ആയിട്ട്, ഭാരതം മൊത്തം 28 സെന്ററുകളേ ഉള്ളൂ. അതിലൊരു സെന്റർ ആയിട്ട് അമ്മ നമ്മെ എന്താ പറയാ, ഇനി അങ്ങോട്ട് ലാളിക്കരുത് ലളിത എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ലാളന അല്ലെ. സൗന്ദര്യലഹരിയിൽ നമ്മൾ പറയുന്ന ഒരു ശ്ലോകം ഉണ്ട്, ഭവാനിത്വം ദാസേ മൈ, അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഭവാനിത്വം ദാസേ, അമ്മയുടെ ദാസനാണ് ഞാൻ എന്ന് പറയാൻ തുടങ്ങുമ്പോ തന്നെ അമ്മയുടെ കരുണ വന്ന് എൻ്റെ മേലെ വീഴുക. ആ കരുണയ്ക്ക് നിർവ്യാജമായ കരുണ എന്നാ പറയാം. അവ്യാജ കരുണാമൂർത്തി എന്നാണ് അമ്മയെ കുറിച്ച് പറയുന്നത്. കരുണയില് ഒരംശം വ്യാജമില്ല, വ്യാജമില്ലാത്ത കരുണ. അത് മാത്രമാണ് കരുണ, അല്ലാത്തൊക്കെ ബിസിനസ്സാണ് അല്ലെ. നമ്മൾ ആരോടെങ്കിലും കരുണ കാണിച്ചു എന്ന് പുറത്ത് പറയുന്നത് ബിസിനസ്സാണ്. അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ അല്ലെ, പറയും അങ്ങനെ ഇത് വാങ്ങിക്കൊടുത്തു, അങ്ങനെ വാങ്ങിക്കൊടുത്തു, ഇങ്ങനെ വാങ്ങിക്കൊടുത്തു. ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുത്താൽ വീൽ ചെയർ വാങ്ങിക്കൊടുക്കുന്ന ആളുകളുടെ ഫോട്ടോകളുടെ ബഹളം കൊണ്ട് വീൽ ചെയർ കിട്ടിയ ആളെ കാണില്ല. അത്രയും. അപ്പൊ അത് കരുണയുടെ അമിതമായ പ്രവാഹം. അങ്ങനത്തെ കരുണയല്ല അമ്മയുടെ കരുണ. അമ്മയുടെ കരുണ അവ്യാജമാണ്. അതിൻ്റെ അകത്ത് യാതൊരുവിധ കണ്ടീഷനും ഇല്ല. അവ്യാജ കരുണാമൂർത്തി എന്ന് അതിനോണ്ടാണ് അമ്മയെ വിളിക്കുന്നത്. അങ്ങനെ അവ്യാജമായ നിർവ്യാജമായ ആ കരുണയുടെ പ്രവാഹം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ഈ രഹസ്യനാമ സഹസ്രം എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമത്തെ തൊടുവാൻ ഒരു കാരണം ആയിരുന്നു. ഞാൻ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം, കഴിഞ്ഞ തവണ സച്ചിൻ അമ്മയുടെ 1000 നാമങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ഉദ്ഘാടനം ഞാനാണ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞ ഒരു കഥ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. അത് മറ്റൊന്നുമല്ല, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ഒരു 15 വയസ്സുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അല്ലെങ്കിൽ 14 വയസ്സ്, 14-15 വയസ്സ്. ആ പ്രായത്തിൽ ഞങ്ങൾക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പേര് ശക്തി സാധക സംഘം എന്നായിരുന്നു. SSS എന്നാണ് പേര്. ഞങ്ങൾ തന്നെ ഇട്ട പേരാണ്. അപ്പൊ അന്ന് എൻ്റെ സൂചക ഗുരു, തന്ത്രത്തിൽ പല തരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്. സൂചക ഗുരു, പ്രേരക ഗുരു, ദീക്ഷാ ഗുരു, കാരണഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രത്തിൽ ഒരുപാട് ഗുരുക്കന്മാർക്ക് ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പൊ സൂചക ഗുരു അല്ലെങ്കിൽ പ്രേരക ഗുരു എന്ന് പറയാം. എന്നെ തന്ത്രം എന്ന് പറയുന്ന ഈ മഹാവിദ്യയിലേക്ക് എന്താ പറയാ കണ്ണു തുറന്നു തന്നത്, അല്ലെങ്കിൽ ചെവിയിൽ തന്ത്രം എന്ന ഈ മഹാവാക്ക് കേൾക്കാൻ കാരണമായ എൻ്റെ അന്നത്തെ ഗുരുനാഥൻ, ഞാൻ ഗുരുനാഥൻ എന്ന് വിളിക്കുന്ന, ഇന്നും ഞാൻ ഗുരുനാഥൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം അന്ന് ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായി. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ഷേത്ര പൂജ കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പോയി പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഞങ്ങൾ ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് തന്ത്രത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എനിക്ക് തന്ത്രത്തെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. തന്ത്രം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ വലിയ ഒരു വൈഷ്ണവ വിശ്വാസിയൊക്കെ ആയിരുന്നു. ആ കാലത്ത് തന്നെ മതം മാറ്റിയാണ് അദ്ദേഹം തന്ത്രത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്ത്രം എന്ന് എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന അദ്ദേഹത്തിന് അടുത്ത്. അങ്ങനെ ഞങ്ങളുടെ ആ ഇന്ററാക്ഷൻസ് ഒക്കെ വർദ്ധിച്ചു വന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, നമുക്ക് രഹസ്യനാമ സഹസ്രം പുസ്തകമാക്കി ഇറക്കണം. ഞാൻ ചോദിച്ചു, അതെന്താ സാധനം രഹസ്യനാമ സഹസ്രം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, രഹസ്യയുടെ 1000 നാമങ്ങൾ. ആരാണ് രഹസ്യ? ഞാൻ അറിയില്ല, ആരാ രഹസ്യം? ആകെ ഒരു രഹസ്യ മാത്രമേ ഉള്ളൂ. രഹസ്യമായിരിക്കുന്നത്, അതിരഹസ്യമായിരിക്കുന്നത്, രഹസ്യയോഗിനിയായിരിക്കുന്നവൻ. അവൾ ആരാ? അവള് ലളിതാ ത്രിപുര സുന്ദരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പേരുണ്ടോ ഇതിന്? അങ്ങനെ ഒരു പേരുണ്ട്, രഹസ്യനാമ സഹസ്രം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അതൊന്ന് നന്നായി ഇറക്കണം. ഞാൻ പറഞ്ഞത് എത്രയോ പേര് ഇറക്കിയിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് ആ പുസ്തകം ഇറക്കിയിട്ടുണ്ട് അല്ലേ? എവിടെ തിരിഞ്ഞാലും ലളിതാ സഹസ്രനാമം കിട്ടും വായിക്കാൻ. നമ്മളിപ്പോ തന്നെ വേറെ ഇറക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നമുക്കത് വലിയ ഫോണ്ടില് ഇങ്ങനെ മുറിച്ച് ഇറക്കണം. അപ്പൊ എന്താണ്, ചൊല്ലുന്ന സമയത്ത് തെറ്റുകൂടാതെ ചൊല്ലാൻ പറ്റും. അതൊരു ചോദ്യാട്ടോ. തെറ്റുകൂടിയാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദ്യം നമുക്ക് ഇന്ന് അഡ്രസ് ചെയ്യാം. തെറ്റുകൂടാതെ ചൊല്ലാൻ പറ്റും. അങ്ങനെ ഉണ്ട്. ആൾക്കാർ ചൊല്ലുന്ന സമയത്ത് കൂട്ടി വായിച്ചു പോകും ചില കാര്യങ്ങൾ. അത് നമുക്ക് പരിചയമില്ലാത്ത ഭാഷയാണ്, പരിചയമില്ലാത്ത പ്രയോഗങ്ങളാണ് അല്ലെ? നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, രാമായണം വായിച്ചിട്ട് ആൾക്കാർ കാഞ്ചന സീത 2 ആഴ്ച മഞ്ഞു കൊണ്ടു എന്ന് വായിച്ചത് അല്ലെ? കാഞ്ചന സീത 2 ആഴ്ച ചമഞ്ഞു കൊണ്ടുവന്നാ. പക്ഷെ വായിച്ചു കേൾക്കുന്ന ഒരാൾക്ക് എന്താ കേൾക്കുന്നത്? കാഞ്ചന സീത 2 ആഴ്ച മഞ്ഞു കൊണ്ടു, അങ്ങനെ വായിച്ചു എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ ഏതാണ്ട് ലളിതാ സഹസ്രനാമം വായിക്കുന്നത് കേട്ടാലും ഇതുപോലത്തെ കാര്യങ്ങൾ ഭാഷ അറിയുന്നവർക്ക് തോന്നും, ഇത് തെറ്റാണെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് ആ തെറ്റുണ്ടാവാതിരിക്കാൻ കുറച്ച് വലുതായിട്ട് ഇത് ഇറക്കണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എനിക്കൊരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എന്താന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിന് ലളിതാ സഹസ്രനാമം എന്ന് പേരിടേ, പകരം രഹസ്യനാമ സഹസ്രം എന്ന് പേരിടും. അദ്ദേഹം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇടാം, രഹസ്യനാമ സഹസ്രം എന്ന് പേരിടും. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ അമ്പലത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹം ഇരുന്ന് എഴുതുകയും ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇരുന്ന് അതിന്റെ പ്രൂഫ് നോക്കുകയും അങ്ങനെയൊക്കെ ഏതാണ്ട് ഒരു മാസക്കാലം ഞങ്ങൾ അതുമായി ചെലവഴിച്ചു. അപ്പൊ എനിക്ക് അത്ര വയസ്സുള്ളൂ എന്ന് ആലോചിക്കണം. അപ്പൊ ഒരു 10ാം ക്ലാസ് കഴിയുന്നുണ്ടാവും അത്ര. അപ്പൊ അങ്ങനെ ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞുകൂടി. ആ കാലഘട്ടത്തിൽ നമ്മൾ അതൊരു പുസ്തകമാക്കി പുറത്തിറക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇത് എവിടെ പ്രിന്റ് ചെയ്യണം? അപ്പൊ എനിക്ക് അറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ഒരു എന്തുണ്ട്, ഒരു ഓഫ്സെറ്റ് പ്രിന്റിങ് കടയുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം സംഘടനാ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഞാനായിട്ട് വലിയ അടുപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ പുസ്തകം അടിച്ചു തരുമോ? അദ്ദേഹം പറഞ്ഞു, 30,000 റുപ്യാവും അടിക്കാൻ. അന്ന് പ്രിന്റിംഗ് കോസ്റ്റ് ഒക്കെ വലിയ അധികമുള്ള കാലം. ഇപ്പൊ അത്ര പ്രിന്റിംഗ് കോസ്റ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കാശാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ അടിക്കാം. കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത് പൈസ ഉണ്ടാവുമല്ലോ, ജോലിയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്കാണ് തൊഴിലില്ലാത്തത്, ഞങ്ങൾ പഠിക്കുന്ന കാലമാണ്. ശരി, അടിക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ കെയർ ഓഫിൽ ഈ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പുസ്തകം മുഴുവൻ അടിച്ചു. പുസ്തകം അടിച്ച് ഒരു അഡ്വാൻസ് ചോദിച്ചു. ഞങ്ങൾ എന്തോ 5000 രൂപയോ എന്തോ അഡ്വാൻസ് കൊടുത്തു. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തോ അഡ്വാൻസ് കൊടുത്തു. ബാക്കി കാശ് കൊടുക്കണം, 25,000 രൂപ കൊടുക്കണം. പിറ്റേ ദിവസം, അതായത് പുസ്തകം എടുക്കേണ്ടതിന്റെ തലേ ദിവസം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പുസ്തകം എടുക്കാം, 25,000 രൂപയും കൂടി നാളെ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ തരാം, നാളെ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി, എൻ്റെ ഗുരുനാഥന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, അതെ, 25,000 റുപ്യം കൂടി വേണം. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു, 25,000 റുപ്യ ഉണ്ടോ കയ്യിലെന്ന്?
അപ്പൊ ഞാനും അദ്ദേഹം ഒരു അല്പസമയം മുഖത്തോട് മുഖം നോക്കി നിന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എടുത്തില്ലേ പൈസ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, 25,000 റുപ്യൊക്കെയാവും. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്, ഇതിന് 30,000 രൂപയാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്ര കാശാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ശരിക്കും കേട്ടിട്ടില്ലേ? ഞാൻ ആകെ പാടെ വലിയ മാനക്കേടാണ്. ആലോചിച്ച് നോക്കൂ, എന്റെ കെയർ ഓഫിൽ ഒരാൾ അടിക്കുക, അയാളും വലിയ നിലയുള്ള ആളൊന്നുമല്ല, അപ്പൊ ആ ഒരു ഓഫ്സെറ്റ് പ്രിന്റ് നടത്തി പോവാണ്. ഞാൻ ഈ കാശ് കൊടുത്തില്ല, അയാളും ചിലപ്പോൾ പ്രിന്റിങ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് തന്നെ പൂട്ടി പോകും. അത് മാത്രല്ല, സ്നേഹബന്ധം വീട്ടിലൊക്കെ അറിയും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രഷർ എന്റെ മേലെ. ഞാൻ ആകെപ്പാടെ വിഷമത്തിലായി. ഇങ്ങനത്തെ ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഗുരുനാഥനാന്നൊക്കെ മറന്നുപോകും, ഇല്ലേ? മനുഷ്യന്മാർ അങ്ങനെയാണ്. അപ്പൊ ഞാനും ചെറുതായി മറന്നുപോയി. ഞാൻ വളരെ രൂക്ഷമായി സംസാരിച്ചു. രൂക്ഷമായി എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞു എന്നല്ല. ഞാൻ പറഞ്ഞു, മേലാന്മാരുടെ പരിപാടി കാണിക്കരുത്, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ എനിക്കാണ് 30,000 രൂപ ചിന്തിക്കാൻ പോലും പറ്റുന്ന പ്രായമല്ല. ആ കാലത്തിൽ എവിടുന്ന് 30,000 രൂപ നമുക്ക് ചിന്തിക്കാൻ പറ്റും? ആകെപ്പാടെ ഭയങ്കര വിഷമായി. ഞാൻ കരച്ചിലായി. ഞാൻ അമ്പലത്തിന്റെ മുമ്പിൽ, കർത്തേനി ദേവീക്ഷേത്ര അമ്പലത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരച്ചിലായി. അമ്മേ, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായി തരണം. എനിക്ക് അപ്പൊ ഹൃദയം നിന്ന് മരിച്ചു പോയാൽ നല്ലതെന്ന് വരെ തോന്നി. കാരണം അത്രയും മാനക്കേടാണ്. പിറ്റേ ദിവസം അയാളെടുത്ത് ബുക്ക് എടുക്കുക, ഇനി എന്ത് ചെയ്യും? ഒരു നിവൃത്തി. കുറച്ച് കഴിഞ്ഞപ്പം ഗുരുനാഥൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ, നിന്റെയോ എന്റെയോ 1000 പേരാണോ അതിൽ അച്ചടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ, ഈ പൈസയും തരാതെ ഇമാരി വർത്താനം പറയുന്നത് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ അല്ല, എന്തേന്ന് വെച്ചു. പിന്നെ ആരെ പേരാ? ഞാൻ പറഞ്ഞു, ദേവിയുടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എടാ, അവളെ പേര് 1000 പേര് അടിച്ചിരിക്കുന്ന ഒരു പുസ്തകം വിൽക്കാൻ അവക്കറിയൂടാ, നീ പേടിക്കണ്ട. എനിക്കത് ആ ലോജിക്കൊന്നും എന്റെ തലയിൽ കയറുന്നില്ല. അത് ലോജിക്കേ ആയി എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളരെയധികം ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് സ്വഭാവമെങ്കിൽ എന്നോട് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ഇതിന് മെനക്കെടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം പുസ്തകം എടുക്കാൻ പോണം. അപ്പൊ ഞാൻ വിചാരിച്ചു, സാഷ്ടാംഗം പ്രണമിക്കാം, എന്നിട്ട് പറയാ, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഭാവിയിൽ തരാം. പുസ്തകം അതുവരെ ഇവിടെ ഇരുന്നോട്ടെ, ഇല്ല ഞാനിത് വിൽക്കെങ്കിലും ചെയ്യാം എന്ന് പറയാം എന്ന്. കുറച്ചെന്തോ കാശ്, 2,000-3,000 രൂപ എന്തോ സംഘടിപ്പിച്ചു, ഞങ്ങൾ സ്വരൂപിച്ചു. ഇദ്ദേഹത്തിന്റെ അടുത്ത് 1 രൂപയും കിട്ടിയില്ലേ. അദ്ദേഹം ഇതിനകത്ത് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഉണ്ടോ? ഇതിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കണം കേട്ടോ. ശരി. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു 10,000-3,000 രൂപ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുക, ആ ഓഫ്സെറ്റ് പ്രിന്റേഴ്സിന്റെ. അപ്പൊ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബുക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. 2 കെട്ട് ബുക്ക് ഉണ്ട്. സ്വാഭാവികമായിട്ട് കണ്ടാൽ വലിയ ആനന്ദം ഉണ്ടാവേണ്ടതാണ്. പകരം എനിക്ക് ആനന്ദമല്ല, എനിക്ക് നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇത്രയും ആഗ്രഹിച്ച ഒരു പുസ്തകം അടിച്ചിട്ട് അത് നോക്കുമ്പോൾ ഇതാണ് അനുഭവം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജ്വല്ലേഴ്സിന്റെ ഓണർ, അത് ഞാൻ പേരൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിയും, അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ എന്തോ ഒരു സാധനം പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിന് വന്നിരിക്കും. അദ്ദേഹം വരേണ്ട കാര്യമില്ല, പക്ഷെ അദ്ദേഹം തന്നെ നേരിട്ട് വന്നിരിക്കാം. ഇദ്ദേഹമായിട്ട് ഈ പ്രിന്റർ ആയിട്ടും വലിയ ബന്ധമാണ്. അവിടെ നിന്നിട്ട് അദ്ദേഹം എന്തോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിന്റർ വന്നിട്ട് എൻ്റെ കയ്യിൽ ഈ പുസ്തകം തന്നു. ചെറിയ ബുക്ക്, അത്ര വലിയ നീല ചട്ടയായിട്ടുള്ള, ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിലത്. ബുക്ക് വന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ തുറന്നു നോക്കുക, നന്നായിട്ടുണ്ട്. പക്ഷെ പറയാൻ പോകുന്ന കാര്യം എന്താ? പൈസ ഇല്ല തരാൻ. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് നിൽക്കുന്ന ആള് ചോദിച്ചു, ഇത് എന്താ ബുക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ലളിതാ സഹസ്രനാമം. പക്ഷെ അതല്ലല്ലോ അതിന്റെ പേര്. ഞാൻ പറഞ്ഞത് രഹസ്യനാമ സഹസ്രം എന്നാണ്. അതെന്താ അങ്ങനെ ഒരു പേര്? ഞാൻ പറഞ്ഞു, ദേവിയുടെ പേര് രഹസ്യ എന്നൊരു പേരുണ്ടാവും. ഈ നാമങ്ങൾക്ക്, ഈ 1000 പേരുകൾക്ക് അതീവ രഹസ്യമായിട്ടുള്ള, ഗുപ്തമായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമുണ്ട്. അത് താന്ത്രികമായിട്ടുള്ള വലിയ അർത്ഥതലങ്ങളെ പേർന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് രഹസ്യനാമ സഹസ്രം എന്ന് പേരിട്ടത്. പക്ഷെ ഇതിൻ്റെ അകത്ത് അതൊന്നും എഴുതിയിട്ടില്ല. ഞങ്ങൾ ആ പേരൊന്ന് പോപ്പുലർ ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം നിങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ, വിൽക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹം ഒരു ശ്രാദ്ധത്തിനോ അങ്ങനെ എന്തോ എന്തോ ഒരു പരിപാടിക്ക്, അതിന് അദ്ദേഹത്തിന് കുറച്ച് ക്യാഷ്, അല്ല സോറി, അദ്ദേഹത്തിന് കുറച്ച് പുസ്തകം അവിടെ കൊടുക്കണമെന്നുണ്ട്. അത് ലളിതാ സഹസ്രനാമം കൊടുക്കണം എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ ആ ലളിതാ സഹസ്രനാമം അദ്ദേഹം വിചാരിച്ച അത്ര എണ്ണം അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വേറെ എന്തെങ്കിലും പുസ്തകം കൊടുത്തോ, ഭഗവത്ഗീത കൊടുത്താലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കൊടുത്താലോ എന്നൊരു ചിന്ത എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു 500 കോപ്പി വേണം.
നിങ്ങളുടെ അടുത്ത് അത്ര ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന്. അദ്ദേഹം അവിടെ നിന്ന് ആ പുസ്തകം മുഴുവൻ കാശ് കൊടുത്ത് മേടിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വന്നു, കുറച്ച് പുസ്തകം ഞങ്ങൾക്ക് തരുമോ? കാരണം ഇദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കണം, ഞങ്ങളെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ കുറച്ച് പുസ്തകം ഞങ്ങളതിൽ കിട്ടി. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, അവളുടെ 1000 നാമങ്ങൾ അടിച്ച പുസ്തകം വിൽക്കാൻ ഞാൻ എന്തിനാ പ്രയാസപ്പെട്ടത് എന്ന് ആലോചിച്ചു. അപ്പോഴും എനിക്ക് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു വളരെ ആ പ്രായത്തിന്റെ നിഷ്കളങ്കത ഉണ്ട്, ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെ വലിയ ഉദ്യമത്തിന് മുതിർന്നതുണ്ട്. ആ അമ്മ വളരെ കാര്യമായിട്ട് ആ കാര്യത്തെ നമ്മുടെ ആ മനസ്സിലേക്ക്, നമ്മുടെ ആ ഹൃദയത്തിലേക്ക് അമ്മ നോക്കിയിരുന്നു. അപ്പൊ ലളിതാ സഹസ്രവുമായി ബന്ധപ്പെട്ട് എപ്പം ഞാൻ കഴിഞ്ഞ സച്ചിൻ തുടങ്ങിയ ക്ലാസ്സിൽ ഞാൻ 1 വർഷം മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അത് ആരെയും നിങ്ങൾ കേട്ടിട്ടുണ്ടായാലുണ്ടാവും. ഏതെല്ലാം സമയത്ത് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴും ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് ഓർക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ വലിയ ഒരു മാനക്കേടിൽ നിന്ന് അമ്മ കൈപിടിച്ചുയർത്തി. അത് മാനക്കേടിൽ നിന്ന് കൈപിടിച്ചുയർത്തി എന്ന് മാത്രമല്ല, അതെനിക്ക് തന്ന ഒരു വലിയ കോൺഫിഡൻസ്. അമ്മ ഈസ് റിയൽ എന്നുള്ളതാണ് ആ കോൺഫിഡൻസ്. ശരിക്കും ഉണ്ട്, വെറുതെ പറയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു നിമിഷമാണ്. ഒരുപക്ഷെ പിന്നീട് നമുക്ക് ബുദ്ധിയും ബോധമൊക്കെ വികസിക്കുന്ന സമയത്ത് കുറെ പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങുമല്ലോ. ആ സമയത്ത് ഒരുപക്ഷെ ഇതിനെയൊക്കെ നിഷേധിക്കാവുന്ന ഒരു പ്രവണതയിലേക്ക് വീണു പോകാം. എങ്കിലും ഈ ഒരൊറ്റ അനുഭവം കൊണ്ട് അമ്മ എനിക്ക് വലിയൊരു ഉറപ്പാണ് ഉള്ളിൽ തന്നത്. അതുകൊണ്ട് അതിനുശേഷം കഴിഞ്ഞ വർഷം സച്ചിനാണ് ക്ലാസ് എടുത്തെങ്കിൽ ഈ വർഷം എനിക്ക് ഒരു വലിയ ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് നിങ്ങളോട് ആ കാര്യങ്ങൾ സംസാരിക്കാൻ. മാത്രമല്ല, ഇന്ന് ആകസ്മികമായി, ഈ തഥാഗതക്കാരത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്ന് ആകസ്മികമായി അക്ഷയ തൃതീയ ദിവസം. ഇന്നത്തെ പ്രത്യേകത, എന്താണോ ലഭിക്കുന്നത്, എന്താണോ കൊടുക്കുന്നത്, അത് വർദ്ധിക്കും എന്നുള്ള. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിത്യേന വർദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ? അറിവാണ്. അറിവാണ് നിത്യേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അറിവാണ് മൂല്യം, അറിവാണ് ലക്ഷ്മി, അറിവാണ് സരസ്വതി. ആ ജ്ഞാനം എന്തോ ഒരു കാരണം കൊണ്ട് ആകസ്മികമായി ഇന്ന് സംഭവിച്ചിരിക്കുന്നു. ഞാൻ അക്ഷയതൃതിയാണെന്നുള്ള കാര്യം സത്യത്തിൽ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഇന്ന് എന്തോ ആരോടോ സംസാരിച്ച സമയത്ത് ഇന്ന് അക്ഷയതൃതിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വര, ലളിതാ സഹസ്രനാമം പറയാൻ ഇതിലും അനുയോജ്യമായ ഒരു ദിവസം മറ്റ് ഏത്? അക്ഷയതൃതീയ പരശുരാമ ജയന്തി കൂടിയായിട്ട് നമ്മൾ കണക്കാക്കുക. പരശുരാമൻ ചെറിയൊരാളല്ല. പരശുരാമൻ കാതിവിദ്യ എന്നറിയപ്പെടുന്ന ഈ മഹത്തായിട്ടുള്ള കകാരത്തിൽ തുടങ്ങുന്ന, മന്ത്രത്തിൽ കകാരത്തിൽ തുടങ്ങുന്ന, പഞ്ചദശി ഷോഡശി എന്നൊക്കെ വിളിക്കുന്ന, അതിൽ കായിൽ തുടങ്ങുന്ന കാതിവിദ്യയുടെ അതിപ്രധാനിയായിട്ടുള്ള ഒരാളുകൂടി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പരശുരാമ കൽപ്പസൂത്രം എന്ന് പറയുന്ന ആ മഹനീയമായ പുസ്തകമാണ് ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ കേരളത്തിലൊക്കെ, സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെയധികം റെസ്പെക്റ്റോട് കൂടെ കാണുന്ന ഒരു പദ്ധതി, പരശുരാമനാൽ നിർമ്മിതമാണ്. അപ്പൊ പരശുരാമന്റെ ജയന്തിക്ക് തന്നെ നമുക്ക് ലളിതാ സഹസ്രനാമത്തിന്റെ ഈ മഹത്തായ സപര്യ തുടങ്ങുവാൻ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുകയാണ്. അത് അമ്മയുടെ കൃപ എന്നല്ലാതൊന്നും പറയാനില്ല. ഈ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് വർദ്ധിച്ച് 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 വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ആ അറിവ് എന്നും മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് സംസാരിക്കാൻ ഉള്ള വിഷയം ലളിതാ സഹസ്രനാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്താണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നതിന് മുമ്പ്, ആരെക്കുറിച്ചാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നതിന് മുമ്പ്, അതിൽ പ്രതിപാദിതയായിരിക്കുന്ന ആ ശക്തിവിശേഷത്തിന്റെ ഒരു പ്രാരംഭം, അത് ശരിയല്ല അങ്ങനെ പറയുന്നത്, പ്രാരംഭം മാനുഷികമായ കാഴ്ചപ്പാടിലാണ്. ഈശ്വരീയമായ കാഴ്ചപ്പാടിൽ ഒന്നിനും തുടക്കവും ഒടുക്കവും. തുടക്കവും ഒടുക്കവും കേവലം കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഒരു ജീവിക്ക് മാത്രമുള്ള ഒരു സാധനം. നമ്മൾ വളരെ കുറച്ചു കാലം ജീവിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുടങ്ങുന്നതും ഒടുങ്ങുന്നതും അറിയണം. ഇത് തുടങ്ങി അത് ഒടുങ്ങി എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ചരിത്രബോധം, അല്ലെ? ഇത് ഇന്ന കാലത്ത് തുടങ്ങി, ഇത് ഇന്ന കാലത്ത് അവസാനിച്ചു, അതിൻ്റെ ഇടയിൽ അത് നിലനിന്നു. ഈശ്വരീയമായ ഒരു വ്യവസ്ഥയിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഈശ്വരീയമായ വ്യവസ്ഥയിൽ തുടക്കവും ഒടുക്കവും. എന്തിനു നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പ്രപഞ്ചത്തിൽ എന്തിൻ്റെങ്കിലും തുടക്കമോ ഒടുക്കമോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണോ?
ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തുടക്കവും ഒടുക്കവും പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് പലതിൻ്റെയും തുടക്കവും നിലനിൽപ്പും ഒടുക്കവും പ്രധാനപ്പെട്ടതാണ്. കാരണം നാം അങ്ങനെയാണ് കാര്യങ്ങളെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രാരംഭം എന്ന് പറയുന്ന സമയത്ത് അത് കേവലം മാനുഷികമായ ഒരു ബുദ്ധി വികാസക്കുറവിന്റെ വികാസം കൊണ്ട് എല്ലാവരും പറയാം, മനുഷ്യന്റെ ബുദ്ധി വികാസനം എന്നാ പറയാ, വികാസക്കുറവിനെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് മനസ്സിലാവും. നമ്മൾ കേട്ടിട്ടുണ്ട് അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അല്ലെ? അനന്തം അജ്ഞാതാണ്, അത് എങ്ങനെയാ നമുക്ക് അറിയാം? അനന്താണ്, ആദ്യമില്ല അന്തമില്ല. അങ്ങനെ ഒരു സാധനം തിരിയുന്ന എങ്ങനെയാ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? അത് ഇന്ന കാലത്ത് തുടങ്ങി ഇന്ന കാലത്ത് അവസാനിച്ചെന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് നാം ചിന്തിക്കുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം, ആഴത്തിൽ മനുഷ്യരാശി ചിന്തിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം എന്താണ്? ആ ചോദ്യം മറ്റൊന്നല്ല. ആ ചോദ്യം എപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്? പ്രപഞ്ചം എപ്പോൾ രൂപീകൃതമായി? ഇതൊരു ചോദ്യം. ഇത് ഗുഹാകാലത്തെ മനുഷ്യൻ മുതൽ സ്റ്റീഫൻ ഹോക്കിൻസ് വരെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാണ് ഇതൊക്കെ തുടങ്ങിയത്? എപ്പോഴാണ് ഉണ്ടായത്? അതിനെ ഓരോരുത്തർ ഓരോ കാലഘട്ടത്തിലും ഓരോരോ തിയറികൾ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നു, യൂണിവേഴ്സൽ സിംഗുലാരിറ്റി, പ്രാപഞ്ചിക ഏകാംഗത്തെ കുറിച്ച് പറയുന്നു, വികസനത്തിനെ കുറിച്ച് പറയുന്നു, ഒരു കേന്ദ്രീകൃത ബിന്ദുവിൽ നിന്ന് വികസിച്ചതാണെന്ന് പറയുന്നു, പൊട്ടിത്തെറിച്ചാണെന്ന് പറയുന്നു, അത് ഇത്ര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുന്നു, അതിൽ ഇത്ര കാലം കഴിഞ്ഞപ്പോൾ ആ ഭൂമി ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഊഹം, എന്താ ഞാൻ പറഞ്ഞത്? ഊഹം എല്ലാവരും ഉള്ളിലുണ്ട്. ശരിയല്ല കേട്ടോ, ഊഹം, ശാസ്ത്രീയമായ ഊഹം, അത്രേ ഉള്ളൂ. ഊഹം ശരിയല്ല, അന്നാണ് തുടങ്ങിയത്, ആരും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഊഹിക്കുക, അങ്ങനെ ഒരു കാലത്ത് ഉണ്ടായി എന്നൊരു ഊഹം. ഈ ഊഹത്തിലേക്കൊക്കെ മനുഷ്യൻ ശാസ്ത്രീയമായി വളരുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ നമ്മൾ എന്താലോചിച്ചിട്ടുണ്ട്? ഇതിന്റെ ആരംഭത്തെക്കുറിച്ച്, ഇതിന്റെ പ്രാരംഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി മനനം ചെയ്യാൻ ആരംഭിച്ചത് മുതൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ സേപ്പിയൻസ് ആയത് മുതൽ എന്നാണ് പുതിയ വാദം, അല്ലെ? ഹോമോ ഇറക്ടസിൽ നിന്ന് നാം സേപ്പിയൻസ് ആയത് മുതൽ, ചിന്തിക്കുന്ന ജീവി ആയത് മുതൽ എന്ന് പറഞ്ഞാൽ അതിന് ശാസ്ത്രീയമായിട്ടൊരു നിർവചനം പറയാറുണ്ട്. എന്താണ്? നിർവചനമല്ല, ഒരു കാരണം പറയാറുണ്ട്. നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഡെവലപ്പ് ചെയ്ത മുതൽ, അതായത് ഉയർന്ന നെറ്റിത്തടം ഉണ്ടായത് മുതൽ പ്രധാനപ്പെട്ട സൂക്ഷ്മമായ ചിന്തകളൊക്കെ നടക്കുന്ന ഈ ഭാഗം എന്നാ പറയാം. എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ് ഒക്കെ ഇത് ഡെവലപ്പ് ആയതിനു ശേഷമാണെന്നാ പറയാം. അപ്പോഴാണ് നമ്മൾ അതിനെ മാനവൻ എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങി, മനുഷ്യൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ ഏറ്റവും ആദിമമായ ചോദ്യം, ആ ചോദ്യം കേൾക്കാൻ നിങ്ങൾ വേറെ എവിടെയും പോണ്ട, ഒരു സാധാരണ വീട്ടില് യാതൊരുവിധ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വീട്ടിൽ പോലും ഒരു കുഞ്ഞ് വളർന്നു വന്ന് ആദ്യമായി അത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താന്ന് വെച്ചാ, അച്ഛ, അമ്മേ, ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന്. അത് കേട്ട ഉടനെ അച്ഛനും അമ്മയും രണ്ടു വഴിക്ക് പോകും, ഇല്ലേ? ആ ചോദ്യം നേരിടാൻ ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മൾ പഠിച്ചിട്ടില്ല. പല വീടുകളിലും കുട്ടികൾ ഇടിവെട്ടിയിട്ടും മഴവെള്ളത്തിൽ ഒലിച്ചു വന്നിട്ടൊക്കെയാണ് കിട്ടുന്നത്, അല്ലേ? അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് ഒരു അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാറില്ല. തമാശക്ക് പറയാറുണ്ട്, കുറെ മുമ്പ് കേട്ട തമാശയാണ്. ആ തമാശയിൽ പറയുന്നുണ്ട്, അച്ഛ ഞാൻ എങ്ങനെ ഉണ്ടായി, നീ ഇടി വെട്ടിയപ്പോണ്ടേ. അപ്പൊ അമ്മ മഴവെള്ളത്തിൽ ഒലിച്ചു വന്നു. അപ്പൊ ഏട്ടൻ ഒരിക്കല് വലിയൊരു വെള്ളപ്പൊക്കത്തിൽ വന്നതാണ്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഓരോ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവര് പറഞ്ഞപ്പോ കുട്ടി ചോദിച്ചത്രേ, അപ്പൊ ഇവിടെ ശരിക്കും ആർക്കും മര്യാദയ്ക്ക് കുഞ്ഞിനെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? കുട്ടിയുടെ ചോദ്യം. അപ്പൊ അതോടുകൂടി അച്ഛനും അമ്മയും എന്തായി പോയി, നമ്മുടെ ഇന്നത്തെ ഭാഷ പോലെ പ്ലിങ്ങിപ്പോയി പറയാം. അച്ഛനും അമ്മയും വിചാരിച്ചു, അത് ശരി, ഇവൻ ഇതൊക്കെ അറിയോ എന്ന്. കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. ഈ ചോദ്യം വളരെ ആഴത്തുള്ള ഒരു ചോദ്യമാണ്. ഇത് മനുഷ്യരാശി ആദ്യമായി ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം എവിടെയാണ് ചെന്നെത്തുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ തന്ത്രയൊക്കെ പഠിച്ചവർ ഈ വിഷയം നേരത്തെ കേട്ടിട്ടുണ്ടാവും. ആ ചോദ്യത്തിന്റെ ഉത്തരം ചെന്നെത്തുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇണ ചേർന്നപ്പോഴാണ് പുതിയ കുഞ്ഞുണ്ടായത് എന്ന സങ്കല്പത്തിൽ, എന്ന ആശയത്തിലാണ്. സങ്കല്പമല്ല, അത് എന്ന ആശയം.
ആ ആശയം എങ്ങനെയാണ് അവനിലേക്ക് എത്തിച്ചേർന്നത്? ആ ആശയം ഒബ്സർവേഷനിലൂടെ, നിരീക്ഷണത്തിലൂടെയാണ് എത്തിച്ചേർന്നത്. ഞാൻ എങ്ങനെയാ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്നെ പോലെ മറ്റു കുഞ്ഞുങ്ങൾ എങ്ങനെയാ ഉണ്ടായത് എന്ന് വ്യാപിക്കുമ്പോൾ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു? കാര്യകാരണ ബന്ധം എന്ന് പറയും, കോസ് ആൻഡ് ഇഫക്റ്റ്. ഒരു കാര്യവും ഒരു കാരണവും. ഒരു കാര്യത്തിന് എന്തുണ്ടാവണം? ഒരു കാരണം ഉണ്ടാവും. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ തത്വചിന്തയുടെ പ്രാരംഭം ഇരിക്കുന്നത് കാര്യകാരണ ചിന്തനത്തിലാണ്. കാര്യം ഇതാണെങ്കിൽ കാരണം എന്ത്? സാഖ്യത്തിന്റെയൊക്കെ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മെറ്റാഫിസിക്കൽ തോട്ട് എന്ന് വിളിക്കപ്പെടാവുന്ന, ലോകത്തിന്റെ ആദ്യത്തെ ഭൗതികവാദ ചിന്ത എന്ന് പറയപ്പെടാവുന്ന ഹെഗലിനൊക്കെ മുമ്പ്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഒക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് വിളിക്കപ്പെടുന്നതൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഭാരതീയമായ ചുറ്റുപാടിൽ വളർന്നു വന്നിട്ടുള്ള സാഖ്യചിന്ത എന്തിലാ ഊന്നി നിൽക്കുന്നത്? കാര്യകാരണ ബന്ധത്തിൽ. കാര്യമെന്ത്, കാരണമെന്ത്, കാര്യകാരണ ബന്ധം. അപ്പൊ ഈ കാര്യകാരണ ബന്ധത്തെ തിരയലാണ്. അത് അറിഞ്ഞുകൊണ്ട് തിരഞ്ഞല്ല കാര്യവും കാരണം. കുഞ്ഞാണ് കാര്യമെങ്കിൽ കാരണം ആരാണ്? അച്ഛനും അമ്മയും. അതിൽ കാരണം എന്തായിരിക്കുന്ന എന്താണ്? അത് ഇണചേരലാണ്. അതിന് കാരണമായിരിക്കുന്ന എന്താണ്? ലിംഗയോനികളാണ്. അതിൽ കാരണമായിരിക്കുന്ന എന്താണ്? ശുക്ല രേതസ്സുകളാണ്, രക്തങ്ങൾ. ആഴത്തിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ എന്തായി? ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ അത് ശുക്ലത്തിലും രക്തത്തിലും ചെന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഭാരതത്തിൽ ഏറ്റവും പ്രധാനമായി അക്കാലം മുതൽ ഇക്കാലം വരെ ഗുരുതത്വത്തെ അനുസ്മരിക്കുന്ന സമയത്ത്, എന്താണ് എല്ലാത്തിനും പ്രാരംഭമായിരിക്കുന്ന ഗുരുതത്വം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ഇതാണ്: വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസഗോചര രക്ത ശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. രക്തവും ശുക്ലവും ചേർന്നിരിക്കുന്ന ആ പരാസംവിത്ത് തന്നെയാണ് ഗുരു. അതിലാണ് അതർക്യം ത്രൈപുരം മഹ. ത്രിപുരങ്ങളിലേക്ക് വെച്ച് തർക്കരഹിതമായിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഈ രണ്ട് പ്രിൻസിപ്പിളാണ്. എന്താണ് ആ പ്രിൻസിപ്പിള്? മെയിൽ പ്രിൻസിപ്പിൾ ആൻഡ് ഫീമെയിൽ പ്രിൻസിപ്പിൾ. അതെന്താണ്? അത് ചൈനയിലേക്ക് പോകുമ്പോൾ യിൻ യാങ് എന്ന് പറയും. സാങ്ക്യത്തിലേക്ക് വരുമ്പോൾ പ്രകൃതി പുരുഷൻ എന്ന് പറയും. ശൈവത്തിലും ശാക്തത്തിലേക്കും വരുമ്പോൾ ശിവൻ ശക്തി എന്ന് പറയും. വൈഷ്ണവത്തിലേക്ക് വരുന്ന സമയത്ത് വിഷ്ണുവും യോഗമായ എന്ന് പറയും. വേദാന്തത്തിലേക്ക് വരുന്ന സമയത്ത് ബ്രഹ്മവും മായ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ എല്ലായിടത്തും ഈ രണ്ട് പ്രിൻസിപ്പിളിനെ കാണാൻ സാധിക്കുന്നു. പുരുഷനും പ്രകൃതിയും, അല്ലെങ്കിൽ പുരുഷനും ജായയും, രണ്ടും ചേർന്നാൽ അത് പൂജ എന്ന് പറയും. പുരുഷനും ജായയും ചേർന്നാൽ അത് പൂജ. അത് പ്രപഞ്ചത്തിന്റെ ആരംഭമാണ്. അപ്പോൾ അവിടെ ആദ്യം ആരാധ്യമായിരിക്കുന്നത് മറ്റൊന്നുമല്ല, ലിംഗമാണ്. രണ്ടാമത് ആരാധ്യമായിരിക്കുന്നത് എന്താണ്? യോനി. അതുകൊണ്ട് ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ മതജീവിതത്തിന്റെ ചരിത്രത്തെ അതിന്റെ പ്രാരംഭം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൊണ്ടുചെന്ന് കെട്ടിയാൽ, മനുഷ്യന് വേണ്ടി മാത്രമാണ്, യഥാർത്ഥത്തിലല്ല, കെട്ടിയാൽ നമുക്ക് ചരിത്രപരമായി അനുമാനിക്കാവുന്ന, അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ കാര്യത്തിൽ അനുമാനിക്കാവുന്ന ഒരു കാലഘട്ടം സിന്ധു നദീതടത്തിന്റെ കാലഘട്ടം അല്ലെ? സൈന്ധവ നാഗരികതയാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയും. ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിന്റെ തുടർച്ചയാണ് നമ്മളെല്ലാവരും. ആ സൈന്ധവ നാഗരികതയിൽ എന്താണ് പ്രാരംഭമായി ആരാധ്യമായിരുന്നത് എന്ന് നോക്കിയാൽ, ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ലഭിച്ച ലിംഗമാതൃകകളും, ഫാലിക് സിംബൽസ് എന്ന് പറയും, ലിംഗമാതൃകകളും യോനി കുണ്ടങ്ങളും ലഭിച്ചു. ലിംഗമാതൃകകളും യോനി കുണ്ടങ്ങളും ആദിമാതൃകൽപ്പനയുടെ രൂപവിശേഷങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു. എന്ന് വെച്ചാൽ യോനി രൂപത്തിലുള്ള ഹോമകുണ്ടങ്ങൾ, ത്രികോണാകൃതിയിലുള്ള ഹോമകുണ്ടങ്ങൾ, പിന്നെയോ യോനി തന്നെ ആരാധ്യമായിരിക്കുന്ന രൂപങ്ങൾ, പിന്നെയോ അന്ന് മുതൽ ഇന്ന് വരെ നാം തുടരുന്ന ശിവലിംഗാരാധന. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുന്ന സമയത്ത് ആദിമമായ മനുഷ്യപ്രജ്ഞ ആദിമമായി ഉണ്ടാക്കിയ വിശ്വാസ പദ്ധതി ഏത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് ശൈവവും ശാക്തവുമാണ്.
അച്ഛനും അമ്മയെയാണ് നമ്മൾ ആദ്യം വിശ്വസിച്ചത്. അതിൽ അച്ഛനെ അല്ല ആദ്യം വിശ്വസിച്ചത്, അമ്മയാണ് വിശ്വസിച്ചത്. അമ്മയെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അച്ഛനുണ്ട് എന്ന ബോധ്യം നമ്മിലേക്ക് വന്നു തുടങ്ങി. നോക്കൂ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അതിന്റെ കൺമുന്നിൽ കാണുന്ന നിറ യാഥാർത്ഥ്യം അതിന്റെ അമ്മ മാത്രം. കാരണം അത് പ്രസവിച്ചത് മുതൽ മുലയൂട്ടി വളർത്തുന്നത് വരെ അതിന്റെ മുമ്പിലുള്ള നിറ സാന്നിധ്യം അതിന്റെ അമ്മയാണ്. ആ അമ്മ എന്ത് പറയും? മോനെ, മോളെ, ദാ അച്ഛൻ എന്ന് പറയും. അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ തമാശക്കെങ്കിലും പറയാറുണ്ട്, പണ്ട് തമാശയല്ലായിരുന്നു, ഇപ്പൊ തമാശയാണ് DNA ടെസ്റ്റ് വന്നതിന് ശേഷം. പണ്ടെന്താ തമാശ? പണ്ട് തമാശ അല്ലാത്തത് എന്തുകൊണ്ടാ? അന്ന് DNA ടെസ്റ്റിൽ ഇത് പ്രൂവ് ചെയ്യാൻ വേറെ മെത്തേഡൊന്നുമില്ല. ആ പ്രൂവ് ചെയ്യാൻ വേറെ മെത്തേഡൊന്നും ഇല്ലാത്ത കാലത്ത് ഒരൊറ്റ വാക്കേ ഉള്ളൂ. എന്താ വാക്ക്? ആ വാക്ക് അമ്മ ചൂണ്ടിക്കാണിക്കുന്നതാണ് അച്ഛൻ. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, അമ്മ എന്നത് ഒരു സത്യവും അച്ഛൻ എന്നത് ഒരു വിശ്വാസവും മാത്രമാണ് എന്ന് പറയാറ്. ഇന്ന് അതല്ല. ഇന്ന് അച്ഛൻ വിശ്വാസമൊന്നുമല്ല, ഇന്ന് DNA ടെസ്റ്റ് വഴി പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും അതിലേക്ക് എത്തിയില്ലെങ്കിൽ അമ്മ പറയുന്നത് തന്നെയാണ് കുട്ടിക്ക് അച്ഛൻ. അങ്ങനെ ആയതുകൊണ്ട് അവളെ നാം ശിവജ്ഞാന പ്രദായിനി എന്ന് വിളിക്കുന്നു. ശിവജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളാണ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് മാതൃദേവതാരാധന തന്നെയാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആരാധനാ വിശേഷം. അതുകൊണ്ട് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനങ്ങളായിട്ടുള്ള ക്ഷേത്ര സങ്കല്പങ്ങളെ നോക്കിയാൽ, അതിപ്രാചീനങ്ങളായിട്ടുള്ള ക്ഷേത്ര സങ്കല്പം, ഞാൻ ഈയിടെ കാമാഖ്യയിൽ പോയി, അതിപ്രാചീനമായിട്ടുള്ള ക്ഷേത്ര സങ്കല്പം, ഋഗ്വേദത്തിന് മുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേദപ്രജ്ഞ ഉയരുന്നതിന് മുമ്പ് അവിടെ കാമാഖ്യയെ ആരാധിക്കുന്നുണ്ട് ആളുകൾ. എന്താണ് കാമാഖ്യയിലെ പ്രതിഷ്ഠ? യോനിയാണ് പ്രതിഷ്ഠ. കൺമുന്നിൽ കാണാവുന്ന ഒരേ ഒരു സത്യം അമ്മയാണ്. എങ്ങനെയാണ് അമ്മ അമ്മയായത്? അമ്മ ഗർഭപാത്രവും യോനിയും ഉള്ളത് കൊണ്ട് ആണ് അമ്മയായത്. അതുകൊണ്ട് നമ്മുടെ ആശയധാരയുടെ അടിസ്ഥാനത്തിൽ നാം ഒരു ജ്യാമിതീയമായ രൂപത്തെ പ്രതിഷ്ഠിച്ചു. ആ ജ്യാമിതീയമായ രൂപം ത്രികോണമാണ്. ആ ജ്യാമിതീയമായ രൂപം ത്രികോണമാണ്. നമ്മൾ പറയും കോണത്രയസ്ഥം കുലദൈവതം ന. കോണത്രയം, ത്രികോണമാണ് കുലദേവത. നമ്മുടെ കുലദേവത എന്താ? ത്രികോണാണ്. നമ്മുടെ കുലത്തെ എവിടെ നിന്നാണ് നമ്മളെ കുലം ഉണ്ടായിരിക്കുന്നത്? അമ്മയിൽ നിന്നാണ്. ആ ആദി മാതാവിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ആദിശക്തി എന്നും ആദി പരാശക്തി എന്നൊക്കെ വിളിക്കുന്നു. ആ ത്രികോണത്തിൽ നാം നമ്മുടെ മനുഷ്യപ്രജ്ഞയെ ആങ്കർ ചെയ്തു. ആ ത്രികോണത്തിൽ നിൽക്കാൻ വേണ്ടിയല്ല ആങ്കർ ചെയ്തത്. ആ ത്രികോണത്തിന് അതീതമായി നിൽക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വം എന്താണ്? അതാ അച്ഛന്റെ തത്വ, ശിവതത്വ. ആ ശിവതത്വത്തിലേക്ക് ബോധത്തെ ഉയർത്താൻ വേണ്ടി നാം ത്രികോണത്തിൽ നമ്മുടെ ആശയത്തെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ പദ്ധതികളെ എല്ലാം ആങ്കർ ചെയ്തു. അത് വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഒരു മെഷീനാണ് എന്ന് പറയേണ്ടി വരും, അല്ലെ? ഒരു മെഷീനാണ്. എന്ത് മെഷീൻ? ചില സാങ്കേതികങ്ങളായിട്ടുള്ള കോഡുകളും മറ്റുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചില കോഡുകളൊക്കെ ഉണ്ടാക്കും. ആ കോഡുകളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കും. ഇപ്പൊ ഫിസിക്സ് പ്രകാരം, തിയറിയാണ് ഫിസിക്സ്, കടലാസിൽ എഴുതി വെച്ചിരിക്കുക. അത് പ്രകാരം ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയാൽ ആ ഇൻസ്ട്രുമെന്റ് എന്ത് തത്വത്തിലേക്കാണ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത്? നമ്മെ ഈ ഉയർന്ന തത്വത്തിലേക്കാണ് കൈപിടിച്ചുയർത്തുന്നത്. അപ്പോൾ ആ തത്വം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രം ഇന്നും ശാസ്ത്രമായി നിലനിൽക്കാൻ കാരണം എന്താ? അത് പ്രാക്ടിക്കലായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട്. അല്ലാതെ പ്രാക്ടിക്കലായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനം നിലനിൽക്കില്ല. വലിയ തിയറിയൊക്കെയാണ്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റും. ഒരിക്കലും പ്രയോഗത്തിൽ വരാത്ത തിയറി നമുക്ക് ഉപയോഗത്തിൽ വരുന്നില്ല. പ്രയോഗത്തിൽ വരാത്ത തിയറി കൊണ്ട് യാതൊരു ഗുണവും. ശിവം എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. എന്താണ് ആ തിയറി? ആ തിയറി മറ്റൊന്നുമല്ല, നമ്മുടെ ബോധത്തെ അവബോധത്തിലേക്ക് ഉയർത്തുന്നതാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിബോധത്തെ അവബോധത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദർശനത്തിന്റെ പേരാണ്
ശൈവം, ശിവം. പക്ഷെ ഒരു ദർശന അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്താവണം? അതിനൊരു പ്രാക്ടിക്കൽ മാനുവൽ വേണം. ആ പ്രാക്ടിക്കൽ മാനുവൽ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം അത് ശാക്തം എന്നാണ്. ശക്തിയാണ്. ശക്തി എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ഗൈഡിലൂടെ മാത്രമേ നമുക്ക് ശിവം എന്ന് പറയുന്ന തത്വത്തെ അനുഭവിക്കാൻ സാധിക്കൂ. പറഞ്ഞു വരുന്നത്, അനാദികാലങ്ങളായി ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരുപാട് ദർശനങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. അനാദികാലങ്ങളായി നിലനിൽക്കുന്ന ദർശനങ്ങളുടെ പേരുകൾ പറയൂ എന്ന് ചോദിച്ചാൽ നമുക്ക് പേരുകൾ പറയാൻ ഒരുപാട് ദർശനങ്ങൾ ഭൂമിയിലില്ല. വളരെ കൃത്യമായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം, ആ ചോദ്യത്തെ ഒന്നും കൂടെ ഞാൻ ബ്രേക്ക് ചെയ്യാം. മതം എന്ന നിലയിൽ അബ്രഹാമിക മതങ്ങൾ എന്താണ്? അബ്രഹാത്തിൽ നിന്നും തുടങ്ങിയ മതങ്ങൾ. അതിൽ ഏറ്റവും പഴയ മതം ഏതാണ്? ജൂതമതം. ജൂതമതത്തിന് എത്ര പഴക്കമുണ്ടാവും? നമുക്ക് എണ്ണാവുന്ന ഒരു പഴക്കം, അത്രയേ ഉള്ളൂ. ക്രിസ്തു മതത്തിന് എത്ര പഴക്കമുണ്ടാവും? എണ്ണാവുന്ന ഒരു പഴക്കം, 2000 വർഷത്തെ ഒരു പഴക്കം. അതിനുശേഷം ആ അബ്രഹാമിക ധാരയിൽ വന്ന ഏറ്റവും പുതിയ മതം ഇസ്ലാമാണ്. ഇസ്ലാമിന് എത്ര പഴക്കമുണ്ടാവും? അതും നമുക്ക് എണ്ണാവുന്ന ഒരു കാലഘട്ടത്തിലെ പഴക്കം. അബ്രഹാമിക മതങ്ങളായിരിക്കുന്ന ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാം എന്നീ 3 മതങ്ങൾക്ക് മുമ്പ് ലോകത്ത് മതങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ മതങ്ങളൊക്കെ ഇന്നുണ്ടോ? ഇല്ല. പലതും ഇല്ലാതെയായിപ്പോയി. നല്ലൊരു ശതമാനം ഇല്ലാതെയായിപ്പോയി. ഈജിപ്തിലെ ഫറോവമാർ പ്രാർത്ഥിച്ചിരുന്ന ദേവതകളെ ഇന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരും പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഗ്രീസിൽ പോയപ്പോൾ അവിടെ ഒരു പള്ളിയിൽ പോയി. ഡിമീറ്ററിന്റെ പള്ളി എന്നാണ് അതിന്റെ പേര്. ഞാൻ അതിനെക്കുറിച്ച് ലേഖനം എഴുതി. ഡിമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് കാലത്ത് ഗ്രീസിൽ ഉണ്ടായിരുന്ന ഒരു ദേവതയാണ്. ആ ദേവത ഇപ്പം ഇല്ല. ആ ദേവതയുടെ അമ്പലം ഒരു പള്ളിയാക്കിയിരിക്കുക. ഡിമീറ്ററിന്റെ പള്ളി എന്നാണ് അതിന് അവർ പേരിട്ടിരിക്കുന്നത്. ഡിമീറ്റർ ഒരു ക്രൈസ്തവ സങ്കല്പത്തിലുള്ള ദേവതയല്ല, ഗ്രീക്കുകാരുടെ ഒരു ദേവതയാണ്. ഞാൻ എഴുതിയ ഭദ്രകാളിയുടെ പള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ലേഖനം എഴുതിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ വർഷങ്ങൾക്ക് ശേഷം ഭദ്രകാളിയുടെ ഒരു അമ്പലം പള്ളിയാക്കി കഴിഞ്ഞിട്ട് ഭദ്രകാളി പള്ളി എന്ന് എഴുതിയാൽ എത്രത്തോളം അത് യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നില്ലയോ അത്രത്തോളം അത് ഗ്രീസിലെ ഡിമീറ്ററിന്റെ പള്ളി യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നില്ല. ആ ഡിമീറ്ററിന്റെ പള്ളിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അത് അക്രോപോളിസ് എന്ന് പറയുന്ന ആ വലിയ യുനെസ്കോ ഹെറിറ്റേജിന്റെ താഴെയുള്ള ഒരു കാടുണ്ട്, സോക്രട്ടീസിനെ ജയിലിലിട്ട കാട്, ഒരു ഗുഹ. ആ ഗുഹയിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് ഈ ഡിമീറ്ററിന്റെ പള്ളി. ഞാൻ അവിടെ പോയി ഒരുപാട് സമയം ധ്യാനത്തിലിരുന്നു. വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് ശരിക്കും ആ വൈബ്രേഷൻ അനുഭവിക്കുന്ന ഒരു സ്ഥലം. പക്ഷെ അവരാരും, ഒരാൾ പോലും ഡിമീറ്ററിനെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് വരുന്നില്ല. ഡിമീറ്റർ എവിടെ പോയി? നഷ്ടപ്പെട്ടു. റോമൻ ദൈവങ്ങൾ എവിടെ പോയി? നഷ്ടപ്പെട്ടു. ചൈനയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ദേവതകളൊക്കെ എവിടെ പോയി? ഒരുപാട് ധാരകൾ നഷ്ടപ്പെട്ടു. മംഗോളിയയിൽ ഉണ്ടായിരുന്ന ദൈവങ്ങൾ എവിടെ പോയി? നഷ്ടപ്പെട്ടു. അവിടുത്തെ ആശയധാരകൾ എവിടെ പോയി? നഷ്ടപ്പെട്ടു. ഇങ്ങനെ ലോകത്ത് നമുക്കൊപ്പം വളർന്ന, വികസിച്ച ഒരുപാട് ആശയധാരകൾ, ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട് അവയൊക്കെ നഷ്ടപ്പെട്ടു പോയി? അവയുടെയൊക്കെ പ്രാക്ടിക്കൽ കോഷ്യന്റ് നഷ്ടപ്പെട്ടു പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയി. എന്താണത്? പ്രയോജനക്ഷമത. നഷ്ടപ്പെട്ടു പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അത് ഏതുപോലെയാണ്? കമ്പ്യൂട്ടർ വന്നപ്പോൾ ടൈപ്പ് റൈറ്റർ ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറയാൻ പറ്റില്ല, അല്ലെ, ഔട്ട് ഓഫ് യൂസ് ആയി പോയതുപോലെ. ടൈപ്പ് റൈറ്റർ, നിങ്ങൾ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കമ്പ്യൂട്ടർ വന്നു. അപ്പൊ നിങ്ങൾ പറയോ ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല, ഞാൻ ടൈപ്പ് റൈറ്റർ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയോ? ഒരിക്കലും പറയില്ല. അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തോ ഒരു തകരാറുണ്ട്. നിങ്ങൾ ടൈപ്പ് റൈറ്റർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു തകരാറുണ്ട്. ശരിയാണോ? അല്ലേ? കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ട കാലത്ത് ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്ന നിങ്ങളെ റിഡണ്ടന്റ്, പിന്തിരിപ്പൻ എന്നല്ലേ പറയേണ്ടത്, എന്നല്ലേ വിളിക്കേണ്ടത്?
എന്നാൽ ഇത്രയും പുരോഗതി നാം നേടിയിട്ടും നമ്മളിപ്പോഴും ഗണപതി ഹോമം ചെയ്യുന്നില്ലേ? ഈ കറണ്ട് മുഴുവൻ ഉണ്ടായിട്ട് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ലേ? നമ്മൾ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നില്ലേ? ഇത്രയും പുരോഗതി വന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ അടിസ്ഥാന ആശയധാരയെ മാറ്റുവാൻ അതിനൊന്നും സാധിച്ചില്ല? ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. എന്തെല്ലാം പുരോഗതി വന്നാലും ആ പുരോഗതിക്കൊന്നും പകരം വെക്കാൻ പറ്റാത്ത ഒരു സത്യത്തെ ഇത് നമുക്ക് അനാദികാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നു. അനാദികാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നു. അത് അനാദികാലങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ടൈപ്പ് റൈറ്ററിനെക്കാട്ടും മികച്ച സേവനം കമ്പ്യൂട്ടറിന് നൽകാൻ സാധിക്കും. പക്ഷേ ഗണപതി ഹോമത്തെക്കാൾ മികച്ച സേവനം നൽകാൻ പറ്റുന്ന ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് ഒരിക്കലും വരുവാൻ സാധ്യമല്ല. കാരണം അത് ഇർറിപ്ലേസബിൾ ആയിട്ടുള്ള, ഒരിക്കലും പകരം വെക്കാൻ സാധിക്കാത്ത തലത്തിലുള്ള ചില അനുഭൂതി വിശേഷങ്ങളെ മനുഷ്യപ്രജ്ഞയിലേക്ക്, മനുഷ്യാവബോധത്തിലേക്ക് അത് നിരന്തരം കടത്തിവിടുന്നു എന്നുള്ളത് കൊണ്ട്, അങ്ങനെ ചെയ്യുവാൻ അതിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും നമുക്ക് എന്ത് നഷ്ടപ്പെടുകയില്ല? നമുക്ക് നമ്മുടെ ദർശനത്തെ നഷ്ടപ്പെടുകയില്ല, നമ്മുടെ ഫിലോസഫിയെ നഷ്ടപ്പെടുകയില്ല. ഇനി ആരാണ് ഇതിനെ കാത്തരുളുന്നത്? ഇതാണ് ചോദ്യം. ആ കാത്തരുളുന്നവളുടെ പേര് പരാശക്തി എന്ന്. ഞാൻ പറയുന്നതല്ല, ലളിതാ സഹസ്രനാമം തന്നെ പറഞ്ഞു. കൗളിനി കുലയോഗിനി കുലസങ്കേത പാലിനി. ഈ കുലത്തെ അതിൻ്റെ ആചാരങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതെ, അതിൻ്റെ ആനുഭൂതികമായ തലങ്ങളെ, എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള തലങ്ങളെ നഷ്ടപ്പെടുത്താത്ത വണ്ണം നിലനിർത്തുന്നവൾ ആര്? അവൾ ആ ആദി പരാശക്തി തന്നെ. ആ ആദി പരാശക്തി ആരോട് ചേർന്നിരിക്കുന്നു? ആ ആദി പരാശക്തി പരാഭൈരവനോട് ചേർന്നിരിക്കുന്നു. ഭൈരവ സദ്ഭാവം എന്നാണ് പറയാം. ആ ഭൈരവനോട് ചേർന്നിരിക്കുന്നു. അത് ട്രാൻസിഡന്റൽ പ്ലെയിനിലാണ്, അതീതമായ പ്ലെയിനിൽ, നമുക്ക് അനുഭവയോഗ്യമല്ലാത്തൊരു പ്ലെയിനിൽ, മനുഷ്യപ്രജ്ഞയ്ക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു പ്ലെയിനിൽ ആ ശക്തി മൂലശക്തിയായിക്കൊണ്ട് നിലകൊള്ളും. മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അവൾ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഇടപെടാൻ സൗകര്യമായി അവൾ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇടപെടാൻ സൗകര്യമായി അവള് ഇറങ്ങി വരുന്ന സമയത്ത് അവള് 4 ആമ്നായങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് തന്ത്രം പറയുന്നത്. 4 ആമ്നായങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. വളരെ പെട്ടെന്ന് അത് പറഞ്ഞു പോവാണ്. നമുക്ക് ക്ലാസ്സിന്റെ ഇടയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്ത്രത്തിന്റെ ആ രഹസ്യമാർഗങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് മാത്രം അത് പറയാം. എവിടെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് പറയാം. ഞാൻ ഇതിന് മുമ്പുള്ള പല ക്ലാസ്സുകളിലും സംസാരിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും ഇത് ആദ്യമായി കേൾക്കുന്ന അറിവായിരിക്കുകയില്ല. എന്നാലും ഞാൻ ഒരു അല്പം സ്പീഡിൽ പോവാണ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കേട്ട് ഇത് മനസ്സിലാക്കണം. നമ്മുടെ സമയ ദൗർലഭ്യം കൊണ്ട് അത് സമയ ദൗർബല്യം എന്നാ പറഞ്ഞത്. സമയം ദുർബലാണ്. അമ്മയുടെ അടുത്ത് സമയം ദുർബലാണല്ലേ, സമയാന്തസ്ഥ അല്ലെ. പറഞ്ഞു പോകുമ്പോ ചില വാക്കുകൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരി, അപ്പോ സമയത്തിന്റെ ദുർലഭ്യത കൊണ്ട് നമുക്ക് വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ പരാംബിക ഡിസെൻഡ് ചെയ്തിരിക്കുന്നത് 4 അമ്നായങ്ങളിലേക്ക്, 4 ഡയറക്ഷൻസിലേക്ക് ഡിസെൻഡ് ചെയ്തിരിക്കുന്നു, ഇറങ്ങി വന്നിരിക്കുന്നു. അത് ഉത്തരത്തിൽ മുകളിലോട്ട് പോകുന്ന, വടക്കോട്ട് പോകുന്ന ഉത്തരമാർഗത്തിൽ, ഉത്തര ആമ്നായത്തിൽ അവൾ പരാഭൈരവനോടൊപ്പം ഇറങ്ങി വന്നിരിക്കുന്നു. അവിടെ അവൾ കാളിയുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരാംനായത്തിൽ അവളെ കാളി അല്ലെങ്കിൽ കാലസംഘർഷിണി എന്ന് വിളിക്കും. മഹാകാലനോടൊപ്പം കാലസംഘർഷിണി, കാളിയും മഹാകാലനും. അവിടെ കാലേശ്വരനും കാലേശ്വരിയുമായി അവൾ ഇറങ്ങി വന്നിരിക്കുന്നു. പൂർവാംനായത്തിൽ
ഈസ്റ്റേൺ ഡയറക്ഷനിൽ അവൾ കുലേശ്വരിയും കുലേശ്വരനുമായി ഇറങ്ങി വന്നിരിക്കും. വെസ്റ്റേൺ ഡയമെൻഷനിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ആംനായത്തിൽ, വെസ്റ്റേൺ ഡിറക്ഷനിൽ, വെസ്റ്റേൺ സ്ട്രീമിൽ, പശ്ചിമാംനായത്തിൽ അവൾ വക്രേശ്വരിയും നവാത്മ ഭൈരവനുമായി ഇറങ്ങി വന്നിരിക്കും. കുബ്ജിക എന്നും പറയും. സതേൺ ട്രാൻസ്മിഷനിൽ, താഴോട്ട് പോയ ദക്ഷിണ ട്രാൻസ്മിഷനിൽ, ദക്ഷിണാംനായം എന്ന് പറയും, അവിടെ അവള് കാമേശ്വരിയും കാമേശ്വരനുമായി വന്നിരിക്കും. അതുകൊണ്ട് ആ മാർഗത്തിൽ അവളെ ത്രിപുര എന്ന് വിളിക്കുന്നുണ്ട്. 3 ലോകങ്ങളെയും വിസ്മയിപ്പിക്കുന്നവളായിട്ടുള്ള ത്രിപുര എന്ന് വിളിക്കുന്നുണ്ട്. 3 ലോകങ്ങളെയും തന്റെ സൗന്ദര്യത്താൽ, എന്താൽ സൗന്ദര്യത്താൽ, പരാബീജമാണ് സൗ. എന്താണോ പരക്കുള്ളത് അതിനെയാണ് നാം വിളിക്കുക സൗന്ദര്യം. എല്ലാവരെയും നമ്മൾ സൗന്ദര്യം എന്ന് വിളിക്കുക, സൗന്ദര്യം ഉള്ളവർ എന്ന് വിളിക്കരുത്. എല്ലാവരും സുന്ദരിയും എല്ലാവരും സുന്ദരനുമല്ല. പരയുള്ളവനാണ് സുന്ദരൻ, പരയുള്ളവനാണ് സുന്ദരി. സൗന്ദര്യം എന്ന വാക്ക് തന്നെ എന്താണ്? പരയുമായി ചേർന്നിരിക്കുന്നതെന്നാണ്. അവിടെ അവൾ ത്രിപുര സുന്ദരിയായിരിക്കുന്നു. അവിടെ അവൾ സദാശിവ പട്ടമഹിഷിയായിക്കൊണ്ട്, കാമേശ്വര പ്രീതമാനസയായിക്കൊണ്ട്, കാമേശ്വരന്റെ ഇഷ്ട നായികയായിക്കൊണ്ട്, കാമേശ്വരി ആയിക്കൊണ്ട് താഴെ. അപ്പൊ ഏറ്റവും മുകളിൽ നോക്കൂ, കാലേശ്വരിയാണ്. ഏറ്റവും താഴെ എന്താണ്? കാമേശ്വരൻ. താഴെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കി അല്ലോട്ടോ ഞാൻ പറയുന്നത്. മുകളില് നോർത്ത്, താഴെ സൗത്ത് എന്നുള്ള അർത്ഥത്തിൽ മാത്രം. അപ്പൊ താഴെ അവൾ കാമേശ്വരി ആയിരിക്കുന്നു, മുകളിൽ അവൾ കാലേശ്വരി ആയിരിക്കുന്നു. കാലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമയ ചക്രങ്ങളെ എന്തുമായി ബന്ധപ്പെട്ടാണ് നാം മനസ്സിലാക്കുന്നത്? നമ്മുടെ കാഴ്ചയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് സൂര്യനും 2 ചന്ദ്രനും. സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്ക് പകലും സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് രാത്രിയുമാവുന്നു. ദിനം മുതൽ ദിനം വരെ നമ്മൾ എന്തായി എണ്ണുന്നു? ഉദയാൽപരം. ഉദയം മുതൽ ഉദയം വരെ നമ്മൾ ഒരു ദിവസം ആയി കണക്കാക്കുന്നു. ദിവസകരൻ ആരാണ്? സൂര്യനാണ്. ദിനകരൻ എന്ന് നമ്മൾ വിളിക്കും. ദിനത്തിന് കാരണക്കാരനായിരിക്കുന്നവൻ ദിനകരൻ. അപ്പൊ നമ്മൾ ഉദയാൽപരം. ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ച് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നവരെയാണ് നമ്മുടെ ഒരു ദിവസം. അപ്പൊ നമ്മൾ അങ്ങനെയല്ല കേട്ടോ കണക്കാക്കുക. അപ്പൊ നമ്മൾ 12 മണിയാണ് കണക്കാക്കുക, അല്ലേ? നമ്മൾ പറയാ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമായി. അത് ഭാരതീയമായ ദിവസമല്ല, പകുതിയാവുന്നുള്ളൂ. ഉദയം മുതൽ ഉദയം വരെയാണ് ഒരു ദിവസം. ഉദയം മുതൽ ഉദയം വരെയാണ് ഒരു ദിവസത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആയുസ് കൂടുതൽ ഉണ്ടാവൂലേ? ശരി, അങ്ങനെ കണക്കാക്കിയാല് ശരി. അപ്പൊ അങ്ങനെ ഉദയം മുതൽ ഉദയം വരെ കണക്കാക്കണം. ഉദയം മുതൽ ഉദയം വരെയുള്ളത് ദിനകരന്റെ കാര്യമാണ്. ദിനകരനാണ് അതിന് കാരണക്കാരൻ, സൂര്യനാണ് അതിന് കാരണക്കാരൻ. പിന്നെയോ മാസം എങ്ങനെയാണ് കണക്കാക്കുക? ചന്ദ്രനെ കൊണ്ടാണ്. ചന്ദ്രമാസത്തെയാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. സൗരമാസം ഉണ്ടില്ല എന്നല്ല, ചന്ദ്രമാസത്തെ കണക്കാക്കുന്ന സമയത്ത് ചന്ദ്രന്റെ പൂർണിമയും അമാവാസിയെയും 2 ഘടകമായി കണക്കാക്കും. അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് പൗർണമി മുതൽ അമാവാസി വരെ, അഥവാ അമാവാസി മുതൽ പൗർണമി വരെ, പൗർണമി മുതൽ ഉദയം വരെയാണ് ഒരു ദിവസമെങ്കിൽ, ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ നാം എന്തായി കണക്കാക്കുന്നു? ഒരു മാസത്തെ കണക്കാക്കുന്നു. അതിന്റെ പകുതിയിൽ എന്തുണ്ട്? അമാവാസി ഉണ്ട്. അതിന്റെ പകുതിയിൽ എന്തുണ്ട്? അമാവാസി ഉണ്ട്. ഇനി അമാവാസി മുതൽ അമാവാസി വരെ കണക്കാക്കാതും ഒരു മാസത്തെ. അത് അങ്ങനെ ഒരു ക്രമമുണ്ട്, അത് വേറെ കഥ. അങ്ങനെയും കണക്കാ. അപ്പൊ അതിന്റെ പകുതിയിൽ എന്തുണ്ട്? ഒരു പൗർണമി. അങ്ങനെ നോക്കുമ്പോൾ പൗർണമി മുതൽ അമാവാസി വരെ, അല്ലെങ്കിൽ അമാവാസി മുതൽ പൗർണമി വരെ, അമാവാസി നില്ലായതുകൊണ്ട് അതിനെ ഒഴിവാക്കി പ്രഥമ മുതൽ, ആദ്യത്തെ ചന്ദ്രന്റെ പൊട്ട് കാണുന്നത് മുതൽ നമ്മൾ എണ്ണി തുടങ്ങിയാൽ 15 ദിവസം കഴിഞ്ഞാൽ 16ാമത്തെ ദിവസം അവൾ പൂർണ്ണയായിട്ട് വരും. അതുകൊണ്ട് അവളെ നാം ഷോഡശി എന്ന് വിളിക്കും. അവൾ ആരാണ്? ഷോഡശിയാണ്, 16ാമത്തവൾ. ഈ 15 ആൾക്കാർ ആരൊക്കെയാ? ഈ 15 ആൾക്കാർ നിത്യമാണ്. നിത്യസത്യത്തെയാണ് നിത്യം എന്ന് പറയാം. അത് ഈ മാസം പ്രഥമ ഉണ്ടായിരുന്നു,
അടുത്ത മാസം പ്രഥമ ഉണ്ടാവുമായിരിക്കൂലേ? അങ്ങനെ ചോദ്യമില്ല. ഈ മാസം പ്രഥമ ഉണ്ടെങ്കിൽ അടുത്ത മാസം എന്തുണ്ട്? പ്രഥമയുണ്ട്, നിത്യയുണ്ട്. അങ്ങനെ 15 നിത്യകൾ കഴിഞ്ഞ് 16ാമത്തെ മഹാനിത്യ ആയിക്കൊണ്ട് ആരിയിരിക്കുന്നു? ഷോഡശി ഇരിക്കുന്നു. അപ്പൊ നോക്കൂ, ചന്ദ്രന്റെ ചക്രത്തെ നോക്കുമ്പോൾ ചന്ദ്രന്റെ വാക്സിങ് ആൻഡ് വെയിനിങ് ഫേസസ് ഓഫ് മൂൺ, ചന്ദ്രന്റെ വൃതിക്ഷയങ്ങൾ, അത് പൂർണിമയാവുന്ന സമയത്ത് അവൾ ഷോഡശിയാണ്. അവൾ സൗത്തില്, ഏത് സൗത്തില്? ദക്ഷിണാംനായത്തിൽ എന്തായി നിൽക്കുന്നു? അവൾ പൂർണ്ണ രൂപത്തിൽ ത്രിപുരസുന്ദരിയായി വിളങ്ങുന്നു. അത് മേലേക്ക് പോകുന്ന സമയത്തോ പൗർണമി ഒന്നായി കണക്കാക്കിയാൽ പൗർണമിയിൽ നിന്ന് പുറകോട്ട് എണ്ണി 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 പോയാൽ 17ാമത്തതായി, അമാവാസ്യ അപ്പൊ എണ്ണും, 17ാമത്തതായി നമ്മൾ ആരെ കാണുന്നു? കാളിയെ കാണും. എന്ന് വെച്ചാൽ കാലേശ്വരിയെ കാണും, കാലസംഘർഷിണിയെ കാണും. അപ്പൊ പൗർണമി മുതൽ അമാവാസി വരെയുള്ള ഒരു യാത്ര, അമാവാസി മുതൽ പൗർണമി വരെയുള്ള ഒരു യാത്ര, ഇതാണ് ഒരു സാധകൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ യാത്ര എന്ന് തന്ത്രം പറയും. അതിന്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് വക്രേശ്വരി ഉണ്ട്, ഇപ്പുറത്ത് കുലേശ്വരി. ഈസ്റ്റില് കുലേശ്വരിയുണ്ട്, വെസ്റ്റില് കുബ്ജികയുമുണ്ട്. നവാത്മ ഭൈരവനോട് ചേർന്ന കുബ്ജികയുണ്ട്, കുലേശ്വരനോട് ചേർന്ന കുലേശ്വരിയുമുണ്ട്. ഇതിലൂടെയുള്ള സഞ്ചാരഗതിയെ ആകെ മൊത്തം നാം നോക്കിക്കാണുന്ന സമയത്ത് തന്ത്രത്തിന്റെ ശക്തി തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ശക്തി തന്ത്രങ്ങൾ, ശക്തിയുമായി ബന്ധപ്പെട്ട തന്ത്രം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രചുര പ്രചാരം നേടിയ ഒരു ക്രമമാണ് സൗത്തിലേക്ക് വന്ന, ദക്ഷിണാംനായത്തിൽ വന്ന ത്രിപുരയുടെ ക്രമം, അഥവാ ത്രിപുര സുന്ദരിയുടെ ക്രമം. അതുകൊണ്ട് അതിനെ ത്രിപുരാംനായം എന്ന് വിളിക്കുന്നു. ത്രിപുരാംനായം എന്നൊരു പേര് പോലും ദക്ഷിണാംനായത്തിന് വന്നു ചേരാൻ ത്രിപുര സുന്ദരിയുടെ പോപ്പുലാരിറ്റി കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിൽ ഉടനീളം കാശ്മീരം മുതൽ കന്യാകുമാരി വരെ, അംഗം മുതൽ വംഗം വരെ ഇടതടവില്ലാതെ പ്രാർത്ഥിച്ച, ഉപാസിച്ച ഒരു ദേവത ത്രിപുരസുന്ദരി. ആ ത്രിപുരസുന്ദരിക്ക് വലിയ പ്രചാരം ഭാരതം മുഴുവൻ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് കാരണമുണ്ട്. കാര്യം, സിദ്ധപാരമ്പര്യത്തിലെ അഗസ്ത്യൻ ശ്രീചക്ര രാജരാജേശ്വരി എന്ന് പറഞ്ഞൊരു കീർത്തനം പാടിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിദ്ധപാരമ്പര്യത്തിലെ അഗസ്ത്യൻ മുതൽ കൗള പാരമ്പര്യത്തിലെ, ശാക്ത പാരമ്പര്യത്തിലെ ഭാസ്കർ രായർ, പരശുരാമൻ, ഇനി ഒക്കെ പോട്ടെ, എല്ലാ തരം ദേവതാരാധനകളെയും ഇൻഫീരിയർ ആയി കണക്കാക്കിയ ശങ്കര പാരമ്പര്യം വരെ, എന്ന് വെച്ചാൽ ശങ്കരാചാര്യരിൽ നിന്ന് തുടങ്ങിയ പാരമ്പര്യം വരെ ഉപാസിച്ച ഒരു ദേവത ത്രിപുരസുന്ദരി. അതിന് ഏറ്റവും വലിയ കാരണമാണ് ഭാരതത്തിന്റെ 4 അതിരുകളിലും ശങ്കരമഠങ്ങളിൽ വേദാന്തത്തിന്റെ ഏറ്റവും ഉയർന്ന പീഠങ്ങൾ എന്നറിയപ്പെടുന്ന, ബ്രഹ്മവാദത്തിന്റെ ഏറ്റവും ഉയർന്ന പീഠങ്ങൾ എന്നറിയപ്പെടുന്ന ശങ്കരമഠങ്ങളിൽ തന്റെ ശിഷ്യന്മാരോടും പരമ്പരയോടും ആചാര്യസ്വാമികൾ നിർദ്ദേശിച്ച ഒരേ ഒരു ഉപാസന ശ്രീവിദ്യ ഉപാസന. അത് ശക്തിയുടെ ഉപാസന. എവിടെയൊക്കെ ശക്തിയെ നിഷേധിച്ചാലും അതുപോലും, അല്ലെങ്കിൽ ഇപ്പൊ ശൃംഗേരിയിലേക്ക് പോയാൽ അവിടെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ സാന്നിധ്യമായിക്കൊണ്ട് ത്രിപുരസുന്ദരി നിലനിൽക്കും. രാജാക്കന്മാരിലെ മഹാരാജാവ് എന്ന് ഭാരതം വാഴ്ത്തിപ്പോന്ന വിക്രമാദിത്യ ചക്രവർത്തി മുതൽ എണ്ണിയാൽ നമ്മുടെ നാട്ടില് വീരം ഏറ്റവും ഉദിച്ചു നിന്ന വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും മുതൽ വരെ, അല്ലെങ്കിൽ അതിനുശേഷം എത്രയോ രാജാക്കന്മാർ, കായംകുളം രാജാവ്
തുടങ്ങിയ എത്രയോ വലിയ വലിയ രാജാക്കന്മാർ വരെ ഉപാസിച്ച ഒരു പാരമ്പര്യം ശ്രീവിദ്യാ പാരമ്പര്യം. ഏറ്റവും ശക്തമായ, അതിശക്തമായ പാരമ്പര്യം ഉള്ള ഒരു പാരമ്പര്യം. കാളിക്കും അതുപോലൊരു പാരമ്പര്യം ഉണ്ട്. പക്ഷെ അത് ഭാരതത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലും കിഴക്കൻ ഭാഗങ്ങളിലും ഒക്കെയാണ്. കുബ്ജികയ്ക്ക് ഇതുപോലൊരു പാരമ്പര്യമുണ്ട്. അത് ഭാരതത്തിന്റെ ഈ പറഞ്ഞ പോലെ നേപ്പാളിന് താഴെയുള്ള ഭാഗങ്ങളിലും കുറച്ച് രാജസ്ഥാൻ, ഗുജറാത്ത് ഭാഗങ്ങളുടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണുന്നത്. കുലേശ്വരം പാരമ്പര്യമുണ്ട്. പക്ഷെ ഇതൊന്നും ത്രിപുരയുടെ പാരമ്പര്യത്തെ, ത്രിപുര സുന്ദരിയുടെ പാരമ്പര്യത്തിനെ കവച്ച് വെക്കാവുന്ന ഒരു പാരമ്പര്യമായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്നുമല്ല, അതിന് ഇത്രയും പ്രചാരം ലഭിച്ചിട്ടുണ്ട്. ആ പ്രചാരം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഒരു രാജപാതയാണ് എന്നുള്ളതാണ്. രാജാക്കന്മാർ സഞ്ചരിച്ചുകൊണ്ട് മാത്രമല്ല രാജപാത എന്ന് പറയുന്നത്. രാജപാത എപ്പോഴും വീതിയുള്ള പാതയാണ്. ലെസ് ഡേഞ്ചറസ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ലെസ് ഡേഞ്ചറസ്. റോഡ് ഒരുപാട് ആളുകൾ എടുത്താണ്. ദ റോഡ് മോസ്റ്റ് ടേക്കൺ ആണ്. ദ റോഡ് ലെസ് ടേക്കൺ അല്ല, ദ റോഡ് നോട്ട് ടേക്കൺ അല്ല, ദ റോഡ് മോസ്റ്റ് ടേക്കൺ. ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിച്ച പാത. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പാതയിൽ സഞ്ചരിച്ചാൽ എന്തുണ്ടാവും? അവിടെയുള്ള കല്ല്, മുള്ള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരെടുത്ത് രണ്ട് ഭാഗങ്ങളിലേക്ക് മാറ്റി പിന്നാലെ വരുന്നവർക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കി തരും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വിശാലമായ പാതയായിട്ടാണ് നമുക്ക് ഈ പാതയെ കാണാൻ സാധിക്കും. ആ പാതയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് സാധകർക്ക് എന്ന് പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സാധന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ദീക്ഷയായി സ്വീകരിച്ച്, അവളെ ബാലയായി സ്വീകരിച്ച്, അവളെ ദീക്ഷാകാലത്തിൽ ഇരുന്നു കൊണ്ട് പുരസ്ചരണത്തിലൂടെ, ധ്യാനങ്ങളിലൂടെ അവളെ എൻട്രി ചെയ്ത് ഷോഡശിയായി വളർത്തുന്ന താന്ത്രികമായിട്ടുള്ള സാധനങ്ങൾ, ജപ, ഹോമ, പുരസ്ചരണാദികളൊക്കെ ചെയ്യുന്ന സാധന, അങ്ങനെയുള്ള ചെയ്യുന്ന സാധകർ, ആ സാധകർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതേസമയം സാധന ഇല്ലാത്ത സാധാരണക്കാർ, ഒരു ഗുരുവിന്റെ അടുത്തൊന്നും ദീക്ഷ സ്വീകരിച്ചിട്ടില്ല, മന്ത്രത്തെക്കുറിച്ചൊന്നും അറിയില്ല, എന്നാൽ പോലും സാധാരണക്കാർക്ക് പോലും അവൾ പ്രാപ്യയാണ്. മറ്റു പദ്ധതികളിലൊന്നും അങ്ങനെയല്ല. കുബ്ജികയെ നമുക്ക് സാധനാ പന്താവിൽ കൂടെ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. കുബ്ജികയെ വീട്ടിലൊന്നും നമുക്ക് സാധാരണ നിലയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പോപ്പുലാരിറ്റി കുറവുകൊണ്ട് മാത്രമല്ല, അതിന്റെ സ്വഭാവം കൊണ്ട് കൂടിയാണ്. കുറച്ച് ട്രാൻസ്ഗ്രസീവ് എന്നാണ് പറയുക തന്ത്രം. എന്താണ്? കുറച്ച് അതിമാർഗപരമാണ്. അതിമാർഗം എന്നുള്ള അർത്ഥത്തിലല്ല, കുറച്ച് സാമൂഹിക നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അതിന്റെ ചില യാത്രകൾ. അതുകൊണ്ട് ഭൈരവിയെയോ അല്ലെങ്കിൽ താരയെ തന്നെയോ അല്ലെങ്കിൽ മറ്റ് ദേവതകളെയോ ത്രിപുര സുന്ദരിയെ വീട്ടിൽ ആരാധിക്കുന്നത് പോലെ ലളിതമായി ആരാധിക്കാൻ പറ്റുന്നില്ല. അവളുടെ പേര് ലളിത എന്നാണ്. ആ ലളിത എന്ന വാക്കിന്റെ അർത്ഥം കളിക്കുന്നവൾ എന്നുള്ളതാണ്, പ്ലേഫുൾ എന്നാണ്, ജോയസ് എന്നാണ്. പക്ഷേ ലളിതമാണ് ഏതർത്ഥത്തിൽ? ഏതൊരു സാധാരണക്കാരനും സമീപിക്കാവുന്ന തരത്തിൽ ലളിതമാണ് അവളുടെ പന്ഥാവ്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നൊരു കൃതി ഭാരതം മുഴുവൻ ഇത്രയും പ്രചുര പ്രചാരം നേടുവാനുള്ള ഒരു കാരണം അമ്മയുടെ ആ ലാളിത്യാണ്. എന്ന് വെച്ചാൽ തീവ്രമായ സാധനകളൊന്നും നിങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു സ്തോത്രമായെങ്കിലും നിങ്ങൾ ലളിതാ സഹസ്രനാമത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ വീടുകളിലും ഒരു വട്ടമെങ്കിലും എല്ലാവരും ലളിതാ സഹസ്രനാമം ചൊല്ലുവാൻ ശ്രമിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പഠിക്കുന്നു. എന്നാൽ ആ ലളിതാ സഹസ്രനാമം കേവലം ഒരു സ്തോത്രകൃതിയാണോ? ഇല്ല. കേവലം ഒരു സ്തോത്രകൃതി ആണെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ രചിച്ചു എന്ന് അതിനൊരു പേര് കൊടുക്കാമായിരുന്നു. ലളിതാ സഹസ്രനാമത്തിന് ധ്യാനങ്ങളിൽ തന്നെ ആദ്യത്തെ ധ്യാനം വശിന്യാദി വാഗ്ദേവതകൾ രചിച്ചു എന്നാണ്.
രണ്ടാമത്തത് ദത്താത്രേയൻ രചിച്ചു എന്നാ പറയുന്നത്. നാലാമത്തത് ശ്രീശങ്കര ഭഗവത്പാദർ ശങ്കരാചാര്യർ തന്നെ രചിച്ചു എന്നാ പറയുന്നത്. മൂന്നാമത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ, ആര് രചിച്ചു എന്ന് അറിഞ്ഞു. അങ്ങനെ ലളിതാ സഹസ്രനാമം മുഴുവനായും ഏതെങ്കിലും ഒരു മഹാഋഷിയുടെ പേരിൽ എഴുതി വെക്കായിരുന്നു. അഗസ്ത്യൻ രചിച്ചു എന്നോ, വിശ്വാമിത്രൻ രചിച്ചു എന്നോ, ശൂലശേഖൻ രചിച്ചു എന്നോ, മേധാതി രചിച്ചു എന്നോ, അങ്ങനെ ആരുടെയെങ്കിലും പേരിൽ, ദുർവാസാവ് രചിച്ചു എന്നോ, പരശുരാമൻ രചിച്ചു എന്നോ, ദത്താത്രേയൻ തന്നെ രചിച്ചു എന്നോ, ആരെങ്കിലും പേരിൽ അതിന്റെ കർത്തൃത്വം ആരോപിക്കാമായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അന്തർഗതമായിരിക്കുന്ന ഹയഗ്രീവാഗസ്ത്യ സംവാദത്തിൽ വളരെ കൃത്യമായി ഹയഗ്രീവൻ വിഷ്ണുവിന്റെ എന്താണ് അറിവിനെ സ്വീകരിച്ചിരിക്കുന്ന രൂപമാണ്. ഹയഗ്രീവം അശ്വത്തിന്റെ മുഖമാണ്. ആ അശ്വമുഖത്തിൽ നിന്ന് ഹയഗ്രീവാഗസ്ത്യ സംവാദത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉൽപാദിതമായി എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് ഉണ്ടായിരിക്കുന്നത് വശിനി തുടങ്ങിയ ദേവതകൾ, അഷ്ടസ്ഥാനങ്ങളിൽ വസിക്കുന്ന വശിനി തുടങ്ങിയ ദേവതകൾ. ഞാൻ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, വൈഖരിയിൽ അഷ്ടസ്ഥാനങ്ങളിൽ വസിക്കുന്ന വശിന്യാദി വാഗ്ദേവതകൾ. നാം വശിനി, ജൈനി, മൂത്തിനി, അരുണ, വിമല എന്നൊക്കെ പറയുന്ന, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനുണ്ട്. ആ ദേവതകളാൽ രചിക്കപ്പെട്ടിരിക്കുന്നു. അവർ കണ്ടതാണ്. അവർ എന്ത് കണ്ടതാണ്? അവർ ചിദ്ദാകുന്ന കുണ്ടത്തിൽ നിന്ന്, ചിദഗ്നിയാകുന്ന കുണ്ടത്തിൽ നിന്ന് അമ്മ സംഭൂതയായ സമയത്ത്, എന്താണ് ചിദഗ്നി? കോൺഷ്യസ്നെസ്സിന്റെ ഫയർ, ദ ഫയർ ഓഫ് കോൺഷ്യസ്നെസ്. ഇതൊരു ഭാവനയാണെന്ന് ആലോചിക്കണം. അവബോധത്തിന്റെ കുണ്ഠം, അവബോധാഗ്നി ജ്വലിക്കുന്ന കുണ്ഡത്തിൽ നിന്ന് അമ്മ സംഭൂതയായ സമയത്ത്, ചിദഗ്നികുണ്ഡ സംഭൂത, അങ്ങനെ സംഭൂതയായ സമയത്ത് അവളെ കണ്ട്, അവളെ നോക്കി ശ്രീമാത, അമ്മേ എന്ന് വിളിച്ചു തുടങ്ങിയതാണ്. അതൊരു ഒഴുക്കാണ്. അവബോധത്തിന്റെ ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് അവൾ എവിടം വരെ കേട്ടു? വിഷ്ണു എവിടം വരെ കേട്ടു? വിഷ്ണു പോയോ? ആരെങ്കിലും പറയൂ എവിടം വരെ കേട്ടു എന്ന്. ശ്രുതി ജിതേഷ് പറഞ്ഞോളൂ, എവിടം വരെ കേട്ടു? ചിത്ത അവിടം വരെ കേട്ടു അല്ലെ? അഗ്നിയിൽ ചിദ്ധാകുന്ന, ചിദ്ദാണ്. ചിത്തല്ല, ചിത്ത് എന്ന് പറഞ്ഞ മനസ്സാണ്. ചിത്ത്. ഇത് ചിദ്ദാണ്. ചിദ്, കോൺഷ്യസ്നസ്, ദ ഫയർ ഓഫ് കോൺഷ്യസ്നസ്. ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് അമ്മ സംഭൂതയായ സമയത്ത് അവളെ നോക്കി വശിന്യാദി വാഗ്ദേവതകൾ ചൊല്ലിയതാണ് ലളിതാ സഹസ്രനാമം. അതുകൊണ്ടാണ് അതിന് രഹസ്യമായിട്ടുള്ള സ്വഭാവം കൈവന്നിരിക്കുന്നത്. അതിൽ ഓരോ നാമങ്ങളും അതീവമായിട്ടുള്ള ശക്തിയുള്ള മന്ത്രങ്ങളായി തീർന്നു അല്ലെ? ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് ആദ്യം വിളിച്ചിരിക്കുന്നത്, ശ്രീമാത എന്ന്. എന്താന്നൊക്കെ നമുക്ക് നോക്കാം, 2 ദിവസം കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ശ്രീമാത എന്ന രൂപത്തിൽ അമ്മേ എന്നാണ് വിളിച്ചത്. എന്റെ ആദ്യത്തെ ഒരാൾ ആദ്യമായി വിളിക്കുന്ന വാക്ക് അമ്മയാണ്. അവിടെ നിന്ന് തുടങ്ങി 1000 റിപ്പീറ്റ് ചെയ്യപ്പെടാത്ത നാമങ്ങളുടെ കൂട്ടം. ഒരു നാമവും റിപ്പീറ്റേഷൻ ഇല്ല. ഒറ്റ തവണ ഒരു നാമം ഉപയോഗിച്ചു. ഇനിയോ റിപ്പീറ്റ് ചെയ്യപ്പെടാത്ത നാമങ്ങളുടെ കൂട്ടം എന്ന് മാത്രമല്ല, പരസ്പരം ചേർക്കാൻ അതിൻ്റെ അകത്ത് യാതൊരുവിധ ചേർച്ചയ്ക്ക് വേണ്ടി കൺജങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കും. അങ്ങനത്തെ വാക്കുകൾ വെച്ച് ചേർക്കാത്ത വിധത്തിൽ മിസ്റ്റീരിയസ് ആയി നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയാം.
എന്ന് വെച്ചാൽ അത് ഭാഷാശാസ്ത്രപരമായി തന്നെ അത്ഭുതകരമായ ഒരു കൃതിയാണ് ലളിതാ സഹസ്രനാമം. അമ്മയുടെ എല്ലാം അത്ഭുതകരമാണ്. ജ്യോമിതീയമായ അത്ഭുതമാണ് ശ്രീചക്രം. ഒരിക്കലും ജിയോമെട്രിയുടെ നിയമങ്ങൾ വെച്ചിട്ട് നമുക്ക് ശ്രീചക്രം വരയ്ക്കാൻ പറ്റില്ല, വരച്ചത് തെറ്റിപ്പോകും. ജിയോമെട്രിക്കലി പോസിബിൾ അല്ല, ഇമ്പോസിബിൾ. മർമ്മസന്ധി തെറ്റാതെ ഒരിക്കലും ശ്രീചക്രം വരയ്ക്കാൻ പറ്റും. എന്ത് സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്താലും അതിന്റെ കണക്ക് തെറ്റും. അങ്ങനെ എന്നാലോ ശ്രീചക്രങ്ങൾ ഉണ്ട്. സിദ്ധമായത് സാധ്യമല്ലാത്തത്, സിദ്ധമായതെല്ലാം സാധ്യമാവണമെന്നില്ല. നമുക്ക് സിദ്ധമാവുന്നതുകൊണ്ട് സാധ്യമാവുന്നുണ്ട്. നമ്മുടെ പ്രജ്ഞ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ സിദ്ധമാകുന്ന കാര്യങ്ങളാണ് അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നത്, സിദ്ധമാകുന്നതാണ്. അതുകൊണ്ട് അമ്മയുടെ ശ്രീചക്രം സിദ്ധമായതുപോലെ ലളിതാ സഹസ്രനാമം സിദ്ധമായതാണ്, സാധ്യമായതല്ല. സിദ്ധമായത് പൂർണ്ണാർത്ഥത്തിൽ സിദ്ധമായതാണ്, സാധ്യമായതല്ല. അതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? നാം മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വശിനി തുടങ്ങിയ ദേവതകളാൽ വിരചിതം എന്ന് പറയും. എന്നാൽ വശിനി തുടങ്ങിയ ദേവതകളൊക്കെ ആരാണ് അന്വേഷിക്കേണ്ടായി. അങ്ങനെ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയ ഒരു സ്തോത്രകൃതി എന്ന പരിവേഷം മാറ്റിവെച്ച് സമീപിച്ചാൽ അതിശക്തമായ മന്ത്രങ്ങളുടെ ഒരു കൂട്ടമായി സ്വീകരിക്കാവുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമം. 2, തന്ത്രത്തിന്റെ വിശാലങ്ങളായിട്ടുള്ള ഭൂമികകളിലേക്ക് ഒരു വഴികാട്ടി പോലെ കൂടെ കൂട്ടാവുന്ന ഒരു കൃതി കൂടെയാണ് ലളിതാ സഹസ്രനാമം. ഇനി നമ്മുടെ ശരീരത്തിന്റെ സൂക്ഷ്മങ്ങളായിട്ടുള്ള യോഗ അവസ്ഥകളെ, അതായത് നമ്മുടെ യൗകിക ശരീരത്തിന്റെ, നമ്മുടെ ലൗകിക ശരീരമല്ല, നമ്മുടെ യൗകിക ശരീരത്തിന്റെ വിസ്മയകരങ്ങളായിട്ടുള്ള രഹസ്യങ്ങളെ അനാവൃതമാക്കുന്ന ഒരു കൃതി കൂടെയാണ് ലളിതാ സഹസ്രനാമം. മനസ്സിന്റെ, ബോധത്തിന്റെ 5 അവസ്ഥകളെ, 5 ഡയമെൻഷൻസിനെ കടന്നു പോകുന്ന ഒരു കൃതി കൂടെയാണ് ലളിതാ സഹസ്രനാമം. ഗണതന്ത്രത്തിന്റെ, രാജ്യതന്ത്രത്തിന്റെ, സ്ട്രാറ്റജിയുടെ, ഡിപ്ലോമസിയുടെ, അങ്ങനെ താഴേക്ക് വന്നാൽ നിത്യനിദാനമായ ജീവിതത്തിൽ പലതരത്തിലും ഉപയോഗിക്കാവുന്ന പലവിധ വിദ്യകളെയും സമഗ്രമായി സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒന്നുകൂടിയാണ് ലളിതാ സഹസ്രനാമം. ഇതൊന്നും ഓർക്കാതെയാണ് നമ്മളിത് വെള്ളിയാഴ്ച ദിവസമൊക്കെ മുഴുവൻ ചൊല്ലാറുള്ളത്. പലപ്പോഴും നമ്മൾ ഇതിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തിക്കാറ്. അർത്ഥം അറിയാതെ തന്നെ ചില വാക്കുകൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പ്രകമ്പനമുണ്ടാകുമെങ്കിൽ അത് അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ ശീലിച്ചാൽ, അല്ലെങ്കിൽ ഒരു നാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന വിശാലമായ തന്ത്രത്തിന്റെ രഹസ്യാർത്ഥങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ആ കൃതി തീർച്ചയായും നിങ്ങളിൽ അതിശക്തമായൊരു മന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആഴ്ചയും 3 ദിവസം, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഉള്ളത്. ഇനി മുമ്പൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ 1.5 മണിക്കൂർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാലും മിക്കവാറും 2 മണിക്കൂറൊക്കെ നമ്മൾ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ പോലും 2 മണിക്കൂർ ഉണ്ടാവാറുണ്ട്. അപ്പൊ 2 മണിക്കൂർ എല്ലാവരും എന്ന് വെച്ചാൽ 6 മണിക്കൂർ, ഒരാഴ്ച 6 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി മാറ്റിവെക്കണം. ഒപ്പം നിങ്ങൾക്ക് അതിന്റെ നോട്ട്സൊക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നു വരുന്നു, നോട്ട്സൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് കഴിഞ്ഞ തവണയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ നോട്ട്സൊക്കെ വായിക്കുക, പഠിക്കുക. എന്നിട്ട് 3 ദിവസം നമുക്ക് വിശാലമായിട്ട് ആ നോട്ട്സിൽ പറഞ്ഞതും പറയാത്തതും, നോട്ട്സ് പറയാത്ത കാര്യങ്ങൾ പറയാനാണല്ലോ ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ പറയാത്തതുമായിട്ടുള്ള രഹസ്യങ്ങളായിട്ടുള്ള തന്ത്രത്തിന്റെ അർത്ഥത്തിൽ രഹസ്യങ്ങളായിട്ടുള്ള
വിശേഷങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ 3 ദിവസം ക്ലാസ് ഉണ്ടാവുക. മൂന്നാമത്തെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ദീർഘമായി ഈ 3 ദിവസത്തെയും കൂടി സംക്ഷേപിച്ച് ഒരു ദിവസം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആക്കി വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ, ധാരാളം സംശയങ്ങൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ ഞാൻ തന്നെ നേരിട്ട് അങ്ങോട്ട് പറയാം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് 1-2 സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കാം സംശയങ്ങൾ. വളരെ കൃത്യമായിട്ട് ലളിതാ സഹസ്രം സബര്യ ഒരുങ്ങുന്ന സമയത്ത്, പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. പൊതുവെ സ്ത്രീകളാണ് ചോദിക്കുക. ആ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾക്ക് പറ്റാത്ത സമയത്ത് ലളിതാ സഹസ്രനാമം വായിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതെന്തൊരു ചോദ്യമല്ലേ? പറ്റാത്ത സമയത്ത് എങ്ങനെയാ പറ്റുക? പറ്റാത്ത സമയത്ത് പറ്റൂലല്ലോ, അതല്ല എന്റെ ഉത്തരം. പറ്റാത്ത സമയത്ത് ഇത് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ പറ്റാത്ത സമയത്ത് വായിക്കാൻ പറ്റൂല എന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ എന്താ ചോദിക്കുന്നത്? മെൻസ്ട്രൽ പീരിയഡ് ആവുന്ന സമയത്ത് ഇത് വായിക്കാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. ഇത് ആരാണ് ഇവരോട് പറ്റാത്ത സമയം എന്ന് പഠിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഈ പറ്റാത്ത സമയം എന്ന് ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ പറ്റുമോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. പറ്റാത്ത സമയം പറ്റാത്ത സമയമാണ്. അവിടെ ഒരിക്കലും ഒരു കാര്യവും പറ്റൂല എന്ന് തന്നെയാണ്. പറ്റാത്തതുകൊണ്ടാണല്ലോ പറ്റാത്ത സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത്. മെൻസ്ട്രൽ പീരിയഡിന്റെ സമയത്ത് ലളിതാ സഹസ്രനാമം വായിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം ഉണ്ടാവാനുള്ളത്? ലളിതാ പരമേശ്വരിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നാം. ഏത്? ലളിതാ പരമേശ്വരിയെ കുറിച്ച് നമ്മൾ പറയാ നിത്യശുദ്ധ എന്ന്. നിത്യശുദ്ധയായിരിക്കുന്ന ഒരുവളെ എന്റെ കേവലം അശുദ്ധി കൊണ്ട് ഞാൻ അങ്ങ് അശുദ്ധിയാക്കി കളയും എന്ന അഹംഭാവമല്ലേ അതിൻ്റെ അകത്തുള്ളതെന്നാണ് എന്റെ ചോദ്യം. നിത്യശുദ്ധയായിരിക്കുന്നവളെ നിങ്ങളെ അശുദ്ധിയോ, ഒന്നാമത്തത് അശുദ്ധിയല്ല, അത് വേറെ വിഷയം. അശുദ്ധിയാണെന്ന് ഭാരതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അശുദ്ധി കൊണ്ട് അശുദ്ധാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതാണ് ആദ്യത്തെ ബോഷ്ക്ക്. ആ സമയത്ത് യാതൊരു പ്രശ്നവുമില്ല. ആ സമയത്ത് നിങ്ങൾ പഠിക്കുകയെ വായിക്കുകയെ ചൊല്ലുകയെ ഒന്നും ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ യാതൊരു വിലക്കും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 2, മത്സ്യമാംസാദികൾ ഭക്ഷിച്ചിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു സ്ഥലത്ത് അങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എന്നിട്ട് എന്ത് നിങ്ങൾക്ക് തോന്നി? പറ്റൂല എന്നൊരാള് പറഞ്ഞു, അപ്പൊ ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞു. ഞാൻ കരുതി എന്ത് മത്സ്യമാംസാദികൾ നിർത്തിയാണ്. അല്ല, ലളിതാ സഹസ്രനാമം നിർത്തിയതാ. മത്സ്യമാംസാദി നിർത്താൻ പറ്റൂല, പിന്നെ എന്താ നിർത്താൻ പറ്റുക? ലളിതാ സഹസ്രനാമമാണ് നിർത്താൻ പറ്റുക എന്ന്. ദയവായിട്ട് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നത് വെച്ചല്ല ദേവത നിങ്ങളുടെ ഭക്തിയെ അളക്കുന്നത്, തുലനം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തും കഴിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അമ്മയുടെ നാമങ്ങൾ ചൊല്ലുന്നത് നിർത്തരുത്. ഇനി ഞാൻ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു പോകുമ്പോൾ അമ്മ എന്തൊക്കെയാ ഭക്ഷിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ അശുദ്ധി ഉണ്ടോ ശുദ്ധി ഉണ്ടോ എന്നുള്ള. ഞാൻ ചില വരാവുന്ന ചോദ്യങ്ങൾ ആദ്യം ആൻസർ ചെയ്യാണ്. മറ്റൊന്ന്, കുലവാലായ്മകളുള്ള സമയത്ത് നേരത്തെ അശുദ്ധിപ്പെട്ടതാ, അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരമില്ല. ചൊല്ലാമോ? ചൊല്ലാം എന്ന് തന്നെയാണ് ഉത്തരം. പിന്നെയോ, തെറ്റിപ്പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കേട്ടാ കഴിക്കുമ്പോൾ ഇത് ശരിയായിട്ടാ ചൊല്ലിയ ഇത്ര കാലം. അതൊന്നല്ല, എല്ലാവരും എല്ലാ ദിവസവും തെറ്റിക്കുന്നുണ്ട്. അമ്മ തന്നെ തന്ന വാക്കുകൾ കൊണ്ട് അമ്മയുടെ മക്കൾ ഒരു തെറ്റ് വരുത്തിയാൽ അമ്മ ഒരു വലിയ ഒലക്കെടുത്ത് നിങ്ങളെ തലക്കടിക്കുന്ന ആരാണ് പറഞ്ഞത്? ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുക. അമ്മ തന്ന വാക്കുകൾ. ഇപ്പൊ എന്റെ മോള് വളരെ ചെറിയ കുട്ടിയാണ്. അവള് വന്നിട്ട് അച്ഛൻ എവിടെ പോന്നു എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ അവളെ 2 അടി, എവിടെന്നാണോ അടി ചോദിക്കുക, എവിടെന്നല്ലേ എന്ന് ഞാൻ തല്ലുവോ അവളെ? എന്റെ ഭാര്യ അവളെ തല്ലുവോ? നിങ്ങൾ നിങ്ങളെ മക്കളെ തല്ലുവോ അക്ഷരത്തെറ്റ് വന്നാൽ? നിങ്ങളാകുന്ന അമ്മ നിങ്ങളുടെ കുട്ടിയെ ഒരു അക്ഷരത്തെറ്റിന്റെ പേര് തല്ലില്ല എങ്കിൽ ജഗദംബിക ഒരിക്കലും നിങ്ങളെ തല്ലു, ഒരിക്കലും തല്ലു. വായിക്കുക എന്നുള്ളത്, പിന്നെ അക്ഷരത്തെറ്റില്ലാതെ വായിക്കാൻ പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ തെറ്റിച്ചിട്ടേ വായിക്കുള്ളൂ എന്ന് വിചാരിക്കല്ലോ, നമ്മൾ ശരിയാക്കല്ലേ ചെയ്യാം.
തെറ്റ് വന്നാൽ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഈ ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് നിരന്തരമായി വന്നു ചേരാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റും എന്നാണ് വിചാരിക്കുക. ഇന്ന് ഈ അക്ഷയ തൃതീയ ദിവസം മനോഹരമായൊരു ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്മി ബീജ ധ്യാനം നൽകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി തന്ത്രത്തിലെ അതിരഹസ്യമായിട്ടുള്ള ഒരു ബീജ മന്ത്രം ജപിക്കാൻ തയ്യാറാവുക. എല്ലാവരും വളരെ സ്വസ്ഥവും ശാന്തവുമായിട്ടിരിക്കുക. വളരെ സ്വസ്ഥവും ശാന്തവുമായിട്ടിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ കണ്ണുകൾ പൂർണ്ണമായി അടച്ച് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മൂലാധാര ചക്രത്തിലേക്ക്, അതായത് ബുധലിംഗങ്ങളുടെ മധ്യത്തിലുള്ള നട്ടെല്ലിന്റെ താഴെ ഇരിക്കുന്ന ത്രികോണ രൂപത്തിലുള്ള മൂലാധാര ചക്രത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ദീർഘമായി നിശ്വസിക്കുക. ദീർഘമായി ശ്വസിക്കുക. മൂലാധാര ചക്രത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. ദീർഘമായി നിശ്വസിക്കുക. അടുത്ത വട്ടം ദീർഘമായി ശ്വസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസം മൂലാധാര ചക്രത്തിൽ എത്തുന്നതായും അവിടെ അത് ശ്രീംകാരം എന്ന ലക്ഷ്മി ബീജമായി തീരുന്നു. ശ്രീ എന്ന വൈബ്രേഷൻ ആയി തീരുന്നതായി സങ്കല്പിക്കും. ശ്വാസം മൂലാധാരത്തിൽ എത്തുന്ന സമയത്ത് മൂലാധാരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വൈബ്രേഷൻ ശ്രീ. ശ്രീംകാരം മൂലാധാരത്തിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്വാദിഷ്ഠാന ചക്രത്തിലൂടെ, അതിനൽപ്പം മുകളിലുള്ള ലിംഗസ്ഥാനത്തുള്ള സ്വാദിഷ്ഠാന ചക്രത്തെ വൈബ്രേറ്റ് ചെയ്ത് നിങ്ങളുടെ മണിപൂരക ചക്രത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായി, അതായത് നാഭിയുടെ സ്ഥാനത്തുള്ള നേവൽ ചക്ര, നാഭിയുടെ സ്ഥാനത്തുള്ള പൊക്കിളിന്റെ സ്ഥാനത്തുള്ള മണിപൂരക ചക്രത്തിൽ ശ്രീംകാരം റൊട്ടേറ്റ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. ശ്രീ. ദീർഘമായി നിശ്വസിക്കുക. ദീർഘമായി ശ്വസിക്കുക. ശ്രീംകാരത്തോടുകൂടെ ശ്വസിക്കുക. ശ്രീ. അത് മണിപൂരക ചക്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നതായി, ക്ലോക്ക് വൈസിൽ പ്രദക്ഷിണം ചെയ്യുന്നതായി സങ്കല്പിക്കുക. അത് നിങ്ങളുടെ മണിപൂരക ചക്രത്തെ അതിശക്തമായ ഒരു കാന്തമാക്കി തീർക്കുന്നതായി അറിയുക. അതിശക്തമായ ഒരു കാന്തമാക്കി തീർക്കുന്നതായി അറിയുക. ലോകത്ത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും
സാധ്യമായതും സാധ്യമല്ലാത്തതുമായ ആഗ്രഹങ്ങൾ, ആഗ്രഹമുണ്ട് അവയിൽ സാധ്യമായത്, ആഗ്രഹമുണ്ട് അവയിൽ സാധ്യമല്ലാത്തത്, ഇങ്ങനെ എല്ലാത്തിനെയും നിങ്ങളുടെ മണിപൂരക ചക്രം ഒരു കാന്തമായിക്കൊണ്ട് നിങ്ങളിലേക്ക് വലിച്ച് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നറിയുക. നിങ്ങളാകുന്ന കാന്തത്തിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധ്യമായതും സാധ്യമല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും വന്നടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നറിയുക. ശൃംഗാരം മുകളിലേക്ക് അനാഹതത്തിലേക്ക് സഞ്ചരിക്കുന്നതായി അറിയുക. ശ്രീ അത് അനാഹത ചക്രത്തിൽ പ്രദക്ഷിണമായി ചുറ്റി നിങ്ങൾക്ക് ഈ ലോകത്ത് സ്വീകരിക്കാവുന്ന എല്ലാ നന്മകളെയും സ്നേഹത്തെയും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നറിയുക. ദീർഘമായി നിശ്വസിക്കുക, ദീർഘമായി ശ്വസിക്കുക. അത് അനാഹത ചക്രത്തിൽ, നിങ്ങളുടെ ഹൃദയ ചക്രത്തിൽ ദേവിയുടെ രൂപമായി രക്തവർണ്ണമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്ന ദേവിയുടെ രൂപമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവളായി സങ്കല്പിക്കുക. അവ്യാജമായ ദേവിയുടെ കൃപ, കരുണ,
നിങ്ങളിലേക്ക് നിരന്തരമായി അതിശക്തമായി പ്രവഹിക്കുന്നതായി അറിയുക. അവ്യാജമായ കരുണ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായി അറിയുക. ഉദയസൂര്യനു സമാനമായ സിന്ദൂരവർണ്ണത്തോടെ 3 കണ്ണുകളോടെ തിളക്കമാർന്ന മാണിക്യക്കല്ലുകൾ പതിച്ച കിരീടത്തെ, അതിനു മുകളിൽ നക്ഷത്രങ്ങളുടെ രാജാവായ അർദ്ധചന്ദ്രനെ അണിഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, നിറഞ്ഞ മാറിടത്തോടെ, കൈകളിൽ മധു നിറഞ്ഞ രത്നപാത്രവും ചുവന്ന താമരപ്പൂവും ഏന്തിയിരിക്കുന്ന, രത്നങ്ങൾ നിറഞ്ഞ കുടത്തിനു മുകളിൽ തന്റെ രക്തവർണമായ കാലുകൾ വെച്ചുകൊണ്ട് സൗമ്യയായി ശോഭിക്കുന്ന പരാസ്വരൂപിണിയായ അംബികയെ ഞാൻ ധ്യാനിക്കുന്നു. ഹൃദയം പൂർണ്ണമായും അംബികയുടെ സ്വരൂപത്തെ ദർശിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ആ പൂർണ്ണാനുഭവത്തെ സ്വീകരിക്കൂ. സിന്ദൂരാരുണവിഗ്രഹാ ത്രിനയനാ മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാ സ്മിതമുഖീ ആപീനവക്ഷോരുഹാ പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥരക്തചരണാ ധ്യായേത് പരാമംബികാ. ധ്യായേത് പദ്മാസനസ്ഥാ വികസിതവദനാ പദ്മപത്രായതാക്ഷി ഹേമാഭാം പീതവസ്ത്രാം
करकलितलसत् हेमपद्माम्बराङ्गी सर्वालङ्कारयुक्ता सततमभयदा भक्तनम्रां भवानी श्रीविद्यां शान्तमूर्तिं सकलसुरनुतां सर्वसम्पत्प्रदात्री सकुङ्कुमविलेपनामलिकचुम्बिकस्तूरिका समन्दहसिते क्षणा सशरचापपाशाङ्कुशा अशेषजनमोहिनीम् अरुणमाल्यभूषोज्ज्वला जपाकुसुमभासुरा जपविधौ स्मरेदम्बिका अरुणां करुणातरङ्गिताक्षीं धृतपाशाङ्कुशपुष्पबाणचापा अणिमादिभिरावृतैर्मयूखै अहमित्येव विभावये ഭവാനി. അരുണമായ, അതായത് ചുവന്ന വർണ്ണത്തോടെ ഇരിക്കുന്ന സദാ കാരുണ്യത്തിന്റെ അലകൾ നിരന്തരം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളുള്ള, പാശം, അങ്കുശം, പുഷ്പബാണം, വില്ല് എന്നിവ ധരിച്ചുകൊണ്ട് അണിമ മുതലായ അഷ്ടസിദ്ധികളാകുന്ന ദേവതകളെ, ആ ദേവതകളാകുന്ന രശ്മികളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഭവാനി, ആ ത്രിപുരാംബിക ഞാൻ തന്നെയാണ് എന്ന് ഭാവിക്കുക. ഈ മനോഹരമായ പരശുരാമ ജയന്തിയുടെ ദിവസം, അക്ഷയ തൃതീയയുടെ ദിവ്യമായ ദിനത്തിൽ മഹാംബികയുടെ അനുഭൂതിയെ നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായ സമസ്ത ഗുരുപരമ്പരകൾക്കും അതിന് കാരണമായ എല്ലാ സ്ഥൂലവും സൂക്ഷ്മവുമായ ശക്തിവിശേഷങ്ങൾക്കും ഹൃദയം കൊണ്ട് നന്ദി അർപ്പിച്ചു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു. ചോദ്യോത്തരങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ ദീർഘമായി സമയമെടുത്ത് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ വലിയ യാത്രയിൽ മഹാംബികയുടെ കരുണ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമ്മളിലേക്ക് എല്ലാവരിലേക്കും പരാശക്തിയുടെ കാരുണ്യത്തിൻ്റെ അലകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അക്ഷയ തൃതീയയുടെ ആശംസകൾ. സർവസമ്പത്തും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ എല്ലാവരിലും അവ്യാജ കരുണാമൂർത്തിയായ അമ്മ നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.